അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡിസ്കഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ 2 ദിവസം വളരെ പ്രധാനപ്പെട്ട നഹ്വിന്റെ PYQ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ബലാഗയാണ്. ബലാഗയും അറൂദും ഒന്നിച്ചാണ് ക്വസ്റ്റ്യൻസിൽ ഉള്ളതെങ്കിലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് LP UPകളിൽ വന്നിട്ടുള്ള എക്സാമുകളിൽ വന്നിട്ടുള്ള ബലാഗയുടെ ഭാഗങ്ങളാണ് ഇൻഷാ അള്ളാഹ്. അപ്പൊ അതിന്റെ ചിലപ്പം ചില ആളുകൾക്കൊക്കെ അതിന്റെ ഒരു വിശദീകരണം വേണ്ടി വരും. ഒരു ചെറിയ രൂപത്തിൽ അതിന്റെ പരാമർശിക്കപ്പെടുന്ന ഭാഗങ്ങളുടെ വിശദീകരണങ്ങൾ നൽകിയിട്ട് നമുക്ക് പോവാം. സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, സ്ക്രീന് കാണുന്നില്ലേ? യെസ്. ഓക്കെ, സോറി. ഓക്കെ, ഇതെടുക്കാം. ഇപ്പോ നമ്മള് PSC ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള LPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് സബാഹു 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സബാഹു കഅന്ന ഗുറതഹു വജ്ഹുൽ ഖലീഫത്തി ഹീന യുംതദഹു നൗഉ തശ്ബീഹി ഫിൽ ബൈത്തി. ഈ ബൈത്തിൽ ഏത് ഇനം തശ്ബീഹാണ് ഉള്ളത്? തശ്ബീഹ് മഖ്ലൂബ്. എന്താ തശ്ബീഹ് മഖ്ലൂബ് എന്ന് പറഞ്ഞാൽ? ഒരാൾ ഒന്ന് പെട്ടെന്നൊന്ന് പറയൂ ഒരാള്. ഖലീഫയുടെ അതായത് പ്രഭാതത്തെ ഖലീഫയുടെ മുഖത്തോട് സദൃശ്യപ്പെടുത്തേണ്ടത് ഇവിടെ. അല്ലെങ്കിൽ വരേണ്ടത് ഖലീഫയുടെ മുഖത്തെ പ്രഭാതത്തോടാണ് സദൃശ്യപ്പെടുത്തേണ്ടത്. ഇപ്പം ഉദാഹരണം പറയണെങ്കിൽ അലി കല്ലസ്വദിക്ക് പകരം അപ്പൊ അതിനെ തിരിച്ച് അങ്ങനെ. അതെ അതെ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പെട്ടെന്ന് നോക്കാം. തശ്ബീഹു വൻവാഹു ഇത് എപ്പോഴും ചോദ്യം വരുന്ന അതെ അതെ. അപ്പൊ ഇതിലിപ്പോ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. തശ്ബീഹു ളിംനി, തശ്ബീഹു തംസീല്, ഗൈറു തംസീല്, തശ്ബീഹു മഖ്ലൂബ്. പെട്ടെന്ന് നമുക്ക് ആ ഒരു ഭാഗങ്ങളൊന്നും പറഞ്ഞു പോകാം. അപ്പൊ ഇതില് തശ്ബീഹിന്റെ നൗകളാണ് ഇപ്പൊ ഈ ചാർട്ടിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതില് തശ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോ ഒന്നിലധികമോ വസ്തുക്കള് ഒരു സിഫത്തിലോ അല്ലെങ്കിൽ കൂടുതലോ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? കാഫോ അല്ലെങ്കിൽ കാഫ് പോലുള്ള അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കമ്പയർ ചെയ്ത് പറയാ, തശ്ബീഹ് ചെയ്യാന്ന് പറയല്ലോ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇനങ്ങള് പെട്ടതാണ് തശ്ബീഹ് മഖ്ലൂബ്, ളിംനി, തംസീല്. നമുക്ക് മഖ്ലൂബ് നോക്കാം. ജഅലുൽ മുഷബ്ബഹി മുഷബ്ബഹം ബിഹി. മുഷബ്ബഹിനെ മുഷബ്ബഹ് ബിഹി ആക്കി മാറ്റുക. ഇപ്പം പറഞ്ഞ ഉദാഹരണത്തില് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ടീച്ചർ പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ ശരിക്ക് സബാഹു കഅന്ന ഗുറതഹു വജ്ഹുൽ ഖലീഫത്തി. സാധാരണഗതിയിൽ ഒരു ഖലീഫയുടെ മുഖം അഥവാ മദ്ഹ് ചെയ്യപ്പെടുന്ന സമയത്ത് ഖലീഫയുടെ മുഖം അതാണ് യഥാർത്ഥത്തിൽ മുഷബ്ബഹായിട്ട് വരേണ്ടത്. അതിനെ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? ഈ രാവിലെ പ്രഭാതം പൊട്ടി വിടരുമ്പോ പ്രഭാതത്തിന്റെ ആ ഒരു വെളിച്ചത്തിനെയും പ്രകാശത്തിനെയും ഒക്കെ ഉണ്ടല്ലോ, അതിനോട് സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് മുഷബ്ബഹിനെ മുഷബ്ബഹ് ബിഹി ആക്കി മാറ്റി. അതാണ് പറഞ്ഞത് ജഅലുൽ മുഷബ്ബഹി. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടുന്ന മുഷബ്ബഹിനെ മുഷബ്ബഹ് ബിഹി ആക്കി. എന്താ കാരണം? ബിദ്ദിആഇ അന്ന വജ്ഹ ശബഹി ഫീഹി അഖ്വാ വ അദ്ഹർ. ഇതിലുള്ള വജ്ഹ് ശബഹ് മറ്റേതിനേക്കാൾ ശക്തമാണ്, ഏറ്റവും വ്യക്തമാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളിവിടെ ഒരു കുറച്ചും കൂടി ഒന്നൊരു തശ്ബീഹ് വരുത്താൻ വേണ്ടിയിട്ടാണ് നേരെ തിരിച്ചു പറഞ്ഞത്. അതോ വജുൽ ഖലീഫ, ഖലീഫയുടെ മുഖം എന്നുള്ളത് പ്രഭാതത്തിലെ ആ പ്രകാശത്തെക്കാൾ പ്രകാശിക്കുന്നതാണ് ഖലീഫയുടെ മുഖം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇനത്തിലുള്ള ഒരു തശ്ബീഹ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. തശ്ബീഹ് മഖ്ലൂബ്. ഇനി എന്താണ് തശ്ബീഹ് ളിംനി എന്ന് പറഞ്ഞാൽ? ഒരു സാധാരണ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ചെറിയൊരു ഉദാഹരണം വെച്ച് നോക്കാം. അഥവാ മുഷബ്ബഹും മുഷബ്ബഹു ബിഹിയും സാധാരണ നമ്മൾ കാണുന്ന ഒരു രീതിയിലായിരിക്കൂല. പക്ഷെ തർക്കീബിൽ ഇങ്ങനെ സൂചിപ്പിക്കും. ബൽ യുൽമഹാനി ഫിൽ തർക്കീബി. ഉദാഹരണം നോക്കുക. ഖദ് യശീബുൽ ഫത വലൈസ അജീബൻ അൻ യുറൻ നൗറു ഫിൽ ഖലീബിർ റതീബി. പറഞ്ഞില്ലേ? ഖദ് യശീബുൽ ഫത, ചിലപ്പോ
ഒരു യുവാവ് പിന്നെ യുവാവിന് നര ബാധിച്ചേക്കാം. വലൈസ അജീബൻ, അതത്ര അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഇനി അടുത്ത വരിയിൽ പറയുന്ന കാര്യം, ഈ പറയുന്ന ഇത് തമ്മിൽ എന്തുണ്ട്, ഒരു തശ്ബീഹ് ഉണ്ട്. പക്ഷെ സാധാരണ രീതിയിലുള്ള ഇപ്പൊ നേരത്തെ ഉദാഹരണത്തിൽ അന്നയൊക്കെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ കാ ഉപയോഗിച്ചു. അങ്ങനെയുള്ള സാധാരണ രീതിയിലുള്ള മുഷബ്ബഹ് ബിഹി പ്ലേസ് ചെയ്ത പോലെയല്ല ഇതിൽ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം പറയുന്നു, അതിനുശേഷം അതിന് സമാനമായിട്ടുള്ള വേറൊരു കാര്യം പറയുന്നു. അയ്യുറൻ നൗറു ഫിൽ ഖലീബി റതീബി, ഒരു പിന്നെ പച്ച ഒരു തണ്ടില് ഒരു വെളുത്ത ഒരു പൂവ് കാണുക എന്നുള്ളത് അത്ര അത്ഭുതമുള്ള കാര്യമല്ല, അങ്ങനെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് സംഭവങ്ങൾ ഇവിടെ തശ്ബീഹ് ആക്കുകയാണ്. പക്ഷെ സാധാരണ രീതിയിലല്ല, പക്ഷെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിൽ കൂടിയുള്ള ലമന എന്ന് പറഞ്ഞാൽ ലമിന യൽമനു എന്നൊക്കെ പറഞ്ഞാൽ ഉൾക്കൊള്ളിക്കുക എന്നാണ്. പക്ഷെ ഈ ഒരു പിന്നെ തർക്കീബിൽ ആ ഒരു തശ്ബീഹ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനാണ് ലംനി എന്ന് പറയുക. ഇനി തംസീൽ എന്താണ് അറിയുന്നവർ ഒന്ന് പെട്ടെന്നൊന്ന് പറയോ, തംസീൽ എന്താണ്? അത് വജു ഷബഹിന്റെ ഒറ്റ രൂപത്തിലാണെങ്കിൽ അതിന് ഒരു തംസിൽ എന്നും, വജു ഷബഹിന് പല രൂപങ്ങളായിട്ട് പറയണമെങ്കിൽ അത്, അതായത് നൂനു ലുജൈന് ആ രീതിയിൽ പറയണമെങ്കിൽ അതിന് തശ്ബീഹ് തംസീൽ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻസും അതിന്റെ ഉദാഹരണവും നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇതൊരു ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്, ഈ മഖ്ലൂബ്, ലിംനി, തംസീൽ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇദാ കാന വജ്ഹു ശബ്ഹി ഫീഹി സൂറത്തൻ മുന്തസിഅത്തൻ മിൻ മുതഅദ്ദിദിൻ. അതിലുള്ള വജ്ഹു ശബ്ഹ് പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പിന്നെ ഉരുത്തിരിഞ്ഞു വന്നതാണെങ്കിൽ അതിന് പിന്നെ തംസീൽ എന്നും, അല്ലെങ്കിൽ ഗൈറു തംസീൽ എന്ന് പറയും. ഉദാഹരണത്തിന് കഅന്നൽ ഹിലാല നൂനു ലുജൈനിൻ ഗരിഖത് ഫീ സഹീഫത്തിൻ സർഖാ. ഇവിടെ ഒരു പിന്നെ ഒരു ചന്ദ്രക്കലയെ ഒരു വെള്ളിയുടെ ഒരു നൂന് അത് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെള്ള ഒരു പിന്നെ എന്താ പറയാ, സഹീഫത്ത് എന്ന് പറഞ്ഞാൽ ഏട് അല്ലെങ്കിൽ കടലാസ് എന്നൊക്കെ പറയാം. അതിലിങ്ങനെ മുങ്ങിയതുപോലെ, അപ്പൊ നമുക്ക് രണ്ട് ചിത്രങ്ങൾ ഇങ്ങനെ കിട്ടും. ഒരു 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 ചിത്രത്തെ മറ്റൊരു ചിത്രത്തോട് ഉപമിക്കുന്നത് പോലെയൊക്കെയാണ് തംസീൽ എന്ന് പറയും. വജൂ ഷബ് ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന് തംസീൽ എന്ന് പറയും. അപ്പൊ അതൊക്കെയാണ് ഈ ഒന്നാമത്തെ ഇതിലുള്ള തശ്ബീഹ് മഖ്ലൂബ്, തംസീല്, ഗൈറു തംസീല്, ളിംനി. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഥവാ തശ്ബീഹിന്റെ അൻവാകളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഇപ്പം വിശദീകരിച്ച എന്താണെന്ന് വെച്ചാൽ സമാനമായിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് വിശദീകരണം വേണ്ടി വരില്ല. ആരെന്തായാലും പറഞ്ഞോ. ഈ ഗൈറു തംസീലിന് ഒരു ഉദാഹരണം പറയോ? ഗൈറു തംസീൽ ഇങ്ങനെ അല്ലാത്തതിനൊക്കെ ഗൈറു തംസീലാക്കാലോ. കൈസിന്റെ കവിത അതെ വരുന്നുണ്ട്. അത് ഏതോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ ഒരു രീതിയിലല്ല എങ്കിൽ, ഈ വജൂദ് ഷബഹ് ഇങ്ങനെ അല്ലെങ്കിൽ അതിന്റെ പിന്നെ എന്താണ്, അതിന് ഗൈറു തംസീൽ എന്ന് പറയും. അതിന്റെ ഉദാഹരണം വരുമ്പോൾ നോക്കാം. പിന്നെ അടുത്തത് ഇന്നൽ അബ്റാറ ലഫീ നഈം അലാഖത്തുൽ മജാസ് മുർസൽ ഫി ഹാദിഹിൽ ആയ. ഈ ആയത്തില് മജാസ് മുർസലിന്റെ അലാഖ നമ്മൾ പറഞ്ഞു. മജാസ് ഒരു അലാഖ ഉണ്ടാവും അല്ലെ? അപ്പോ അതിന്റെ ഇവിടുത്തെ അലാഖ എന്താണ് ഇവിടുത്തെ ആൻസർ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ഇതിലേക്ക് പോകാം. മജാസ് മുർസൽ. ഓക്കെ, ഇവിടെ പോവാം. മജാസ് അഖ്ലിയാണല്ലേ. മജാസ് മുർസൽ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു മജാസ് മുർസൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ബന്ധം വേണം അല്ലെ. ഇസ്തിആറ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് തറഫ് കളയപ്പെട്ട തശ്ബീഹിനെയാണ് നമ്മൾ ഇസ്തിആറ എന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ അലാഖത്ത് എന്താണ്? ബന്ധം എന്താണ്? മുശാബഹത്തായിരിക്കും. രണ്ട് കാര്യങ്ങളെ പരസ്പരം തശ്ബീഹ് ചെയ്യുക, സാദൃശ്യപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. ഒന്ന് മ്യൂട്ട് ചെയ്യോ, ഞാൻ കഴിഞ്ഞതിന് ശേഷം പറയാം. പിന്നെ അതിന്റെ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? മുഷാബഹത്തായിരിക്കും. അതാണ് ഇസ്തിആറ എന്ന് പറയാം. ഇനി മുഷാബഹത്ത് അല്ല എങ്കിൽ, ഇവിടുത്തെ ബന്ധം മുഷാബഹത്ത് അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് മജാസ് മുർസൽ. ഇപ്പൊ നമ്മള് ആ ഒരു ചിത്രം നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. മജാസ് ലുഗവി അതിനെ രണ്ട് വിഭാഗമാക്കി തിരിക്കുന്നു. മജാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മജാസ് ലുഗവി എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലഫ്ദിനെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ
ഒരു ബന്ധമുണ്ട്. അത് സാധാരണ അല്ലെങ്കിൽ ശരിയായ ഒരു അർത്ഥം ഉദ്ദേശിക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരു കരീനത്വം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ മജാസ് ലോബി എന്ന് പറയാം. അപ്പൊ തമ്മിലുള്ള ബന്ധം തശ്ബീഹ് ആണെങ്കിൽ, സാദൃശ്യപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ അതിന് ഇസ്തിആറ എന്നും, സാദൃശ്യപ്പെടുത്തലല്ല എങ്കിൽ അതിന് മജാസ് മുർസൽ എന്ന് പറയും. അപ്പൊ സാദൃശ്യപ്പെടുത്തലല്ല എന്ന് പറഞ്ഞു, മുഷാബഹത്ത് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഈ അലാക്ക എന്തൊക്കെയായിരിക്കും? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സബബിയ, മുസബബിയ, ജുസ്ഇയ, കുല്ലിയ, ഹാലിയ, മഹല്ലിയ, ഏറ്റുബാറുമാക്കാന, ഏറ്റുബാറുമായക്കൂൻ, മുഷാക്കല. നമുക്കെല്ലാം ചർച്ച ചെയ്യാനുള്ള സമയമില്ല. നമുക്ക് ഈ ഓപ്ഷൻസിൽ വന്ന് ഓരോന്ന് നോക്കാം. ജുസ്ഇയ എന്ന് പറഞ്ഞു അല്ലെ. ജുസ്ഇയ എന്ന് പറഞ്ഞാല് കം ബഅസ്, ജുസ് പറയാം, അതുകൊണ്ട് കുല്ല് ഉദ്ദേശിക്കുക. ഉദാഹരണത്തിന് കം ബഅസ്നൽ ജയ്ഷ ജറാറൻ വ അർസൽനൽ ഒയൂന. ഇവിടെ ഒയൂന എന്ന് പറയുന്നത് ശരിക്കും എന്താണ് അതിന്റെ മീനിങ്? ഉയൂര് മീൻസ് മറ്റേ ഇത് കണ്ണുകൾ. ചാരന്റെ ഒരു കണ്ണുകൾ. ഞാൻ ശരിക്കും അതിന്റെ അർത്ഥമാണ് ചോദിച്ചത്. കണ്ണ് അല്ലെ? അതെ, കണ്ണ് എന്നുള്ളതിനെ നമ്മൾ സാധാരണ ഒരു ശരിക്കുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് എന്താന്ന് മനസ്സിലായി? അതൊരു മജാസ് ആണെന്ന് മനസ്സിലായി. മജാസ് അഖ്ലിയാണെന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മൾ നോക്കണം, ഇവിടെ ഈ കണ്ണ് എന്നുള്ളത് ഇവിടെ ഉപയോഗിച്ചത് ഒരു മുഷാബഹത്തിന് വേണ്ടിയിട്ടാണോ, ഒരു തശ്ബീഹിന് വേണ്ടിയിട്ടാണോ? അല്ല, തശ്ബീഹ് അല്ല ഇവിടെ ഉള്ളത്. പിന്നെ എന്താണ്? അപ്പൊ ഈ അലാഖത്ത് ജുസ് പറയാ, ജുസ് പറഞ്ഞിട്ട് കുല്ല് ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെ ബന്ധം. അപ്പൊ ഒയൂന് എന്നുള്ള കണ്ണുകൾ. അപ്പൊ ഒരു വ്യക്തി, ഒരു ചാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം കണ്ണുകളാണ് അല്ലെ. അയാളെ കണ്ണുകൾ കൊണ്ടാണല്ലോ കൂടുതൽ പിന്നെ ചാരപ്പണികളൊക്കെ, ചാരവൃത്തികളൊക്കെ ചെയ്യുക. അത് ഒരു ഉദാഹരണത്തിന്. അപ്പൊ ഈ കണ്ണുകൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ചാരന്മാരെയാണ്. അപ്പൊ ഇവിടുത്തെ അലാഖ എന്താണ്? ജുസ്ഇയാണ്. മ്യൂട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. അത് അപ്പോ ഈ ഒരു ബന്ധത്തിനാണ് നമ്മൾ ജുസ്ഇയ എന്ന് പറയാം. നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഉദാഹരണത്തിൽ ജുസ് ആണോ പറഞ്ഞത്, കുല്ലാണോ പറഞ്ഞത് നോക്കുക. ഒയൂൻ എന്നുള്ള ജുസ് ആണ് പറഞ്ഞതെങ്കിൽ അതിന് ജുസ്ഇയ ആണ്. അപ്പൊ കുല്ലാണ് പറഞ്ഞതെങ്കിൽ, അപ്പൊ അതിന് ഇതുമായി ബന്ധമുള്ളതുകൊണ്ട് പറയാം, അസാബിഅഹും, അവരുടെ വിരലുകളെ, ചെവിയിൽ അവരുടെ വിരലുകൾ ഇട്ടു, അല്ലെങ്കിൽ വിരലുകൾ വെച്ചു എന്ന് പറയുമ്പോൾ ചെവിയിൽ വിരൽ വെക്കാൻ പറ്റുമോ? വിരൽ തുമ്പ് മാത്രമല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിരൽ എന്നുള്ള കുല്ല് പറഞ്ഞു. അപ്പൊ കുല്ലാണ് ഇവിടെ പരാമർശിച്ചത്. അപ്പൊ ഇവിടുത്തെ ബന്ധം എന്താണ്? കുല്ലിയാണ്. ഇവിടെ ജുസ് ആണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ബന്ധം എന്താണ്? ജുസ്ഇയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ജുസ്ഇയ പറഞ്ഞു, കുല്ലിയ പറഞ്ഞു. ഇനി ഹാലിയ പറയാം. എന്താണ് ഹാലിയ എന്ന് പറഞ്ഞാല്? ഹാല് പറയാ, അവരുടെ അവസ്ഥ പറയാ, എന്നിട്ടോ ഉദ്ദേശിക്കുന്ന എന്താ? മഹല്. അതെ, അതെ, ഹാലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അവിടെ മഹലാണ് ഉദ്ദേശിക്കുന്നത് ശരിക്ക്. ഉദാഹരണത്തിന് ഇന്നൽ അബ്റാറ, നല്ല സച്ചരിതരായ ആളുകൾ, ലഫി നഈം, അവർ അനുഗ്രഹത്തിലാണ്, അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ ശരിക്കും അവിടെ എന്താണ്? മഹലാണ് ഉദ്ദേശിക്കുന്നത്. അനുഗ്രഹങ്ങളുടെ ഗേഹമായ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ ഒരു സ്ഥലത്താണ് എന്നാണ് അവിടെ ഉദ്ദേശം. മഹല്ലാണ് ഉദ്ദേശം. പക്ഷെ പറയുന്നത് എന്താണ്? ഹാലാണ്, ലഫി നഈം. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മഹല്ലിയ. സനദു സബാനിയ, അല്ലെങ്കിൽ ഫൽ യദു നാദിയ. നാദിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖുർആൻ ആയത്താണ്. ക്ലബ്. നാദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകള് കൂടിയിരിക്കുന്ന സ്ഥലമാണ് അല്ലെ. നിങ്ങളെ പിന്നെ നാദിയ എന്ന് പറഞ്ഞാൽ ഒരു മക്കാനൊരു ജം, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്ന എന്താ? ആ സ്ഥലത്ത് കൂടിയിരിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ വിളിച്ചോന്നാ പറയുന്നത്. അവിടെ മഹല്ല് പറഞ്ഞിട്ട് ഹാലിലാണ് ഉദ്ദേശം. അവിടെ ഇറങ്ങുന്ന ആളുകൾ, അവിടെ വരുന്ന ആളുകളാണ് അവിടെ ഉദ്ദേശം. അപ്പൊ നമ്മൾ നോക്കുക, ഈ ഉദാഹരണത്തിൽ ഹാലാണോ പറഞ്ഞത്, മഹല്ലാണോ പറഞ്ഞത്? അപ്പൊ നഈം എന്നുള്ളത് ഹാലായതുകൊണ്ട് അത് ഹാലിയാണ്. പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അവിടെ ഹാലിയും ഉണ്ട്, മഹല്ലാണ് ഉദ്ദേശം. മഹല്ല് പറഞ്ഞതുകൊണ്ട് ഹാലിലാണ് ഉദ്ദേശം. ഓക്കെ, ഇനി എന്താണുള്ളത്? ഓക്കെ, ക്ലിയർ ആയില്ലേ? ജുസ് പറഞ്ഞു, പുല്ല് പറഞ്ഞു, ഹാലിയ പറഞ്ഞു, മഹല്ലിയ പറഞ്ഞു. അപ്പൊ ജുസ് പറഞ്ഞു പുല്ല് ഉദ്ദേശിക്കുക, പുല്ല് പറഞ്ഞു ജുസ് ഉദ്ദേശിക്കുക, ഹാല് പറഞ്ഞു മഹല്ല് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ മഹല്ല് പറഞ്ഞു ഉദ്ദേശിക്കുക. അപ്പൊ ഇതൊക്കെ മജാസ് മുർസലിന്റെ എത്രത്തോളം? 1, 2, 3, 4, 5, 6, 7, 8, 9 അലാഖത്തുകൾ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, 4 ചോദിച്ചത്. ചിലപ്പോ അടുത്തൊരു ഉദാഹരണത്തിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും ഏറ്റുപാറുമാക്കാനെയോ, അല്ലെങ്കിൽ മുസബബിയ, സബബിയ, അതൊക്കെ ഒരുപാട് ചോദിച്ചതാണ്. മുസബബിയ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അപ്പൊ ഈ ഒരു മജാസ് മുർസലിന്റെ ഈ 9 അലാഖ എന്തായാലും പഠിച്ചു വെക്കുക.
ഇനി അടുത്ത ഈ പിന്നെ ഒരു ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് ഇസ്തിആറത്ത് എന്നുള്ളത്. അൽ ഇസ്തിആറത്തുൽ മുജറദ. എന്താണ് ഇസ്തിആറത്ത് മുജറദ എന്ന് പറഞ്ഞാൽ? മുറശ്ശഹ, മുജറദ, മുത്ലഖ, അങ്ങനെ 3 ഐറ്റം ഉണ്ട് അല്ലെ? അതിന്റെ ഒരു ഇത് എടുക്കാം. മുജറദ, ഓക്കെ. മുറശ്ശഹ, മുജറദ, മുത്ലഖ. എന്താണ് മുറശ്ശഹ എന്ന് പറഞ്ഞാല്? മുശബ്ബഹ് ബിഹിയുടെ മുലായിമ് പറയുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയും? മുറശ്ശഹ എന്ന് പറയും. ഓക്കെ. പിന്നെ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. ഇവിടെ മുശബ്ബഹ് ബിഹി ഉലായികല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും. ഉലായിക അവർ, അല്ലദീന അങ്ങനെയുള്ളവർ, ഇശ്തറവു ളലാലത വഴികേടിനെ അവർ കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. അഥവാ പിന്നെ വാങ്ങുന്നതിനാണ് ഇഷ്തറ എന്ന് പറയാം. വാങ്ങുക, വിൽക്കാന്നൊക്കെയുള്ള ഇഷ്തറ, വാങ്ങും. ലലാലത്തിനെ വാങ്ങി ബിൽ ഹുദ, ഹുദക്ക് പകരം അഥവാ സന്മാർഗത്തിന് പകരം വഴികേടിനെ അവർ വാങ്ങിയിരിക്കുന്നു. ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ തിജാറത്ത് എന്ത് ചെയ്തിട്ടില്ല? പിന്നെ ലാഭകരമായിട്ടില്ല. ഇവിടെ ഇഖ്തിയാറുൽ ലലാലത്ത്, ഇഖ്തിയാർ എന്ന് പറയുമല്ലോ, നമ്മളൊരു ലലാലത്തിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മുഷബ്ബഹ്. മുഷബ്ബഹ് അതിന് പകരം എന്തിനാണ് ഉപയോഗിച്ചത്? ഇഷ്തറ എന്നുള്ള മുഷബ്ബഹ് ബിഹി. ഇതിന്റെ കൂടെ മുഷബ്ബഹ് ബിഹി എന്താണ്? ഇഷ്തറ എന്നുള്ളതാണ്, വാങ്ങുക എന്നുള്ളതാണ്. അഥവാ ലലാലത്തിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതിനെ ലലാലത്തിനെ വാങ്ങുക എന്നതുകൊണ്ട് തശ്ബീഹ് ചെയ്തു. അപ്പൊ മുഷബ്ബഹ് ബിഹി ഏതാണ്? ഇഷ്തറ എന്നുള്ളതാണ്. മുഷബ്ബഹ് ഏതാണ്? ഇഖ്തിയാറു ലലാലത്താണ്, ലലാലത്തിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പൊ അവിടുന്ന് ആ ഇഷ്തറ എന്ന് പറഞ്ഞാൽ എന്താ ഒരു വേർഡ്? വാങ്ങുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ വാങ്ങുക എന്നുള്ള മുഷബ്ബഹ് ബിഹിയുടെ മുലായിമാണ് ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭകരമാവൂല എന്നുള്ളത്. കച്ചവടം ലാഭമാവുക, വാങ്ങുക, ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അവിടെ മുലായിം അതിനോട് യോജിച്ചൊരു കാര്യമാണല്ലോ തിജാറത്തില് റിബ്ഹ് എന്നുള്ളത്. അപ്പൊ അതിനെന്ത് പറയും? മുറശ്ശഹ എന്ന് പറയും. മുഷബ്ബഹ് ബിഹിയുടെ മുലായിമാണ് പറഞ്ഞതെങ്കിൽ അതിന് മുറശ്ശഹ എന്ന് പറയും. ഇനി മുജറദ എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ദുഃഖിറ, ഇത് ക്ലിയർ ആയോ? ഒരാൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇത് ക്ലിയർ ചെയ്ത് പോവാം, കാരണം ഒരേ ചോദ്യം ഒരുപാട് ആവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആണോ? മുറശ്ശഹ ഓക്കെ അല്ലേ? അറിയാത്തവരൊന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വിശദീകരിക്കാൻ വേണമെങ്കിൽ. ഒന്നുകൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ ഓക്കെ, പറയാം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക. ഇപ്പൊ നമ്മൾ ഇസ്തിയാറത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, കാരണം ഇവിടെ എവിടെയാണ് മുശബ്ബഹ് ബിഹി? സ്ക്രീന് ക്ലിയർ ആകുന്നില്ല. കേട്ടില്ല. സ്ക്രീന് കാണുന്നില്ല. സ്ക്രീന് കാണുന്നില്ലേ? ഇല്ലാണല്ലോ. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ മതി ടീച്ചറെ. താഴേക്ക് സ്ക്രോൾ അത് നിങ്ങളത് അത് മാത്രം ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. സ്ക്രീന് മാത്രം ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഇവിടെ ഇസ്തിയാറ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇസ്തിയാറ മറ്റു സാധാ തശ്ബീഹ് പോലെ നമുക്ക് ഇത് മുഷബ്ബഹാണ്, ഇത് മുഷബ്ബഹ് ബിഹിയാണ്, ഇവിടെ അദാത്താണ്, ഇത് വജൂഷിബ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവൂല. ഒരു രണ്ട് തശ്ബീഹിന്റെ ഇസ്തിയാറ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? രണ്ട് തറഫിൽ ഒന്നിനെ കളഞ്ഞതാണ് അല്ലെ? ഹുദിഫ അഹദു തറഫൈഹി, രണ്ട് തറഫ് അഥവാ മുഷബ്ബഹ് ബിഹിൽ ഏതെങ്കിലും ഒന്നിനെ കളയും. അതാണ് ഇസ്തിയാറ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഉദാഹരണങ്ങൾ നോക്കിയിട്ട് ഇതിൽ ഏതാണ് മുഷബ്ബഹ് ബിഹി എന്നുള്ള പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കുക. ഉലായിക്കല്ലദീന ഇഷ്തറവുൽ ലലാലത്ത, വഴികേടിനെ വാങ്ങിയവർ. വാങ്ങുക, വിൽക്കുക എന്നുള്ള വാങ്ങലാണ്. ബിൽ ഹുദ, സന്മാർഗത്തിന് പകരമായി. ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭകരമായിട്ടില്ല. അപ്പൊ ഇവിടെ ഇഷ്തറ എന്നുള്ളത് യഥാർത്ഥത്തില് പിന്നെ എന്തിനോടാണ് സാദൃശ്യമാക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഇഖ്തിയാർ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ലലാലത്തിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് എന്തിനോടാണ് സാദൃശ്യമാക്കിയത്? ലലാലത്തിനെ വാങ്ങുക എന്നുള്ളതിനോടാണ് സാദൃശ്യമാക്കിയത്. ഇവിടുത്തെ മുഷബ്ബഹ് ഏതാണ്? ലലാലത്ത് അല്ല, ഇഖ്തിയാർ, തെരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇഖ്തിയാർ എന്നുള്ള അറബി വേർഡ്
തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഉദാഹരണം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇഷ്തറ എന്നുള്ളത് മുഷബ്ബഹ് ബിഹിയാണ്. മുഷബ്ബഹ് ഏതാണ്? ഇഖ്തിയാർ, തെരഞ്ഞെടുക്കുക. ലലാലത്തിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതിനെ സാദൃശ്യപ്പെടുത്തി. എന്തിനോട്? ലലാലത്തിനെ വാങ്ങുക എന്നുള്ളതിനോട്. അപ്പൊ ലലാലത്ത് വാങ്ങുക എന്നുള്ളത് മുഷബ്ബഹ് ബിഹിയും ഇഖ്തിയാർ എന്നുള്ളത് മുഷബ്ബഹും. ഇതുവരെ ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആയാലേ നമുക്ക് മുലായിം പറയാൻ പറ്റുള്ളൂ. ഇത് ഓക്കെ ആണോ? മുഷബ്ബഹ് ഏതാണ്, മുഷബ്ബഹ് ബിഹി ഏതാണെന്നുള്ളത് ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മുഷബ്ബഹ് ബിഹിയുടെ മുലായിമ് പറയുന്നതിനാണ് ഇസ്തിആറ മുറഷഹ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഇഷ്തറ എന്ന് കണ്ടു, അതാണ് മുഷബ്ബഹ് ബിഹി എന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ മുലായിം എന്താണ്? വാങ്ങുക, വിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടത്തിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഇവിടെ ലാഭം എന്നുള്ളൊരു വിഷയം ഇവിടെ വന്നു. ഫമാ റബിഹത് തിജാറത്തുഹും. അപ്പൊ ആ ഒരു ലാഭം എന്നുള്ളത് ഇഷ്തറു എന്നുള്ള അല്ലെങ്കിൽ ഇഷ്തിറാ എന്നുള്ള മുഷബ്ബഹ് ബിഹിയുടെ മുലായിമാണ്. അതുകൊണ്ട് ഈ ഇസ്തിആറക്ക് പറയുന്ന പേരാണ് ഇസ്തിആറ മുറഷഹ. ഓക്കെ, ഇനി അടുത്തത് പറയാം. ഇസ്തിആറ മുജറദ എന്താണ്? മാ ദുക്കിറ മാഹ മുലായിമുൽ മുഷബ്ബഹ്. സെയിം സാധനമാണ്, പക്ഷെ മുഷബ്ബഹിന്റെ മുലായിമാണ് പറയാം. നോക്കാം, ഇതൊരു കവിതയാണ്. യുഅദ്ദൂന തഹിയ്യത മിൻ ബഈദിൻ ഇലാ ഖമരിൻ മിനൽ ഈവാനി ബാദി. ഓക്കെ, ഇവിടെ മുഷബ്ബഹ് ബിഹി ഏതാണ്? അല്ല സോറി, മുഷബ്ബഹ് ഏതാണ്? അർത്ഥം വെക്കാം. യുഅദ്ദൂന അവർ അർപ്പിക്കുന്നു, തഹിയ്യത അഭിവാദ്യം അർപ്പിക്കുന്നു, മിൻ ബഈദിൻ വളരെ വിദൂരതയിൽ നിന്ന്, ഇലാ ഖമരിൻ ചന്ദ്രനിലേക്ക്, മിനൽ ഈവാനി ബാദി ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നു. അപ്പോ ഇവിടെ കമർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലെ? കമർ ഇവിടെ യഥാർത്ഥ അർത്ഥത്തിലല്ല ഉപയോഗിച്ചത്. ഇപ്പം പിന്നെ ചന്ദ്രൻ എന്നുള്ളത് ബാൽക്കണിയിൽ നിന്ന് എത്തി നോക്കുവോ? ഒരു പിന്നെ ഹക്കീക്കിയായ അർത്ഥത്തില് ഇല്ലല്ലോ. അവിടെ ഒരു മംദൂഹിനെ, ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രനെ പോലുള്ള ഒരു മനുഷ്യൻ ഒരു ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അയാളിലേക്ക് ആളുകൾ വളരെ വിദൂരതയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ തഹിയ്യത്ത് അഭിവാദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഖമർ എന്നുള്ളതിനെ ഒരിക്കലും എന്തിനുപയോഗിച്ചിട്ടില്ല? പിന്നെ ഇവിടെ യഥാർത്ഥ അർത്ഥത്തിലല്ല ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ ഒരു ഇസ്തിആറത്ത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇസ്തിആറ ആവണമെങ്കിൽ മുഷബ്ബഹോ മുഷബ്ബഹു ബിഹിയിൽ ഏതെങ്കിലും ഒന്ന് കളയണം അല്ലെ? തശ്ബീഹുൻ ഖുദിഫ അഹദു തർഫൈഹി, രണ്ട് തറഫിലുള്ള ഒന്ന്. രണ്ട് തറഫ് എന്ന് പറഞ്ഞാൽ മുഷബ്ബഹ് അല്ലെങ്കിൽ മുഷബ്ബഹു ബിഹി. ഇതിൽ ഏതെങ്കിലും ഒന്ന് കളഞ്ഞതിനെയാണ് നമ്മൾ ഇസ്തിആറ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഖമർ പറഞ്ഞു, യഥാർത്ഥത്തിലുള്ള മംദൂഹ് അഥവാ ആരെയാണോ മദ്ഹ് ചെയ്യപ്പെടുന്നത്, മനുഷ്യൻ, ഒരു ഇൻസാൻ അല്ലെ, അല്ലെങ്കിൽ ആഷിഖ്, ആരും ആവാം. ഒരു മനുഷ്യൻ എന്ന് വെക്കാം, നമുക്കിവിടെ ഇൻസാൻ എന്ന് വെക്കാം. ഒരു മനുഷ്യൻ എന്നുള്ള മുഷബ്ബഹ് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലെ. എന്നിട്ട് മുഷബ്ബഹ് ബിഹി ആയ എന്ത് പറഞ്ഞു? ഖമർ പറഞ്ഞു. ഇത് ക്ലിയർ ആണോ? മുഷബ്ബഹ് ബിഹി ഖമർ എന്നുള്ളത് ക്ലിയർ അല്ലേ? ഒരു മനുഷ്യനെ ചന്ദ്രനോട് ഉപമിച്ചു. ചന്ദ്രനോട് എന്ന് പറയുമ്പോൾ ആ ചന്ദ്രനാണ് എന്ത്? മുഷബ്ബഹ് ബിഹി. മനുഷ്യനാണ് എന്ത്? മുഷബ്ബഹ്. ഇനി നമ്മൾ അടുത്ത് നോക്കുക, നമുക്ക് മുലായിമാണല്ലോ ഇവിടെ കണ്ടെത്തേണ്ടത്. മുഷബ്ബഹിന്റെ മുലായിം ഉണ്ടോ എന്നുള്ളത് നോക്കണം. മിനൽ ഈവാനി ബാദി, ബാൽക്കണിയിൽ നിന്ന് എത്തി നോക്കുക എന്നുള്ളത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണോ അല്ല മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണോ? മനുഷ്യരുമായി മനുഷ്യരുമായി ബന്ധപ്പെട്ട. ഓക്കെ. അപ്പൊ മനുഷ്യൻ എന്താണ് ഇവിടെ? ഇൻസാൻ എന്താണ് ഇവിടെ? മുഷബ്ബഹ് ആണോ മുഷബ്ബഹ് ബിഹി ആണോ? ഓക്കെ, മുഷബ്ബഹ് ആണ്. അപ്പൊ മുഷബ്ബഹിന്റെ മുലായിമായ മിനൽ ഈവാനി ബാദി എന്നിവിടെ പറഞ്ഞു. അപ്പൊ ഇതെന്താണ് ഇസ്തിആറത്ത്? മുജറദയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മുഷബ്ബഹിന്റെ എന്ത് പറഞ്ഞു? മുലായിമ് പറഞ്ഞു. മേലത്തെ ഉദാഹരണത്തില് മുഷബ്ബഹ് ബിഹിയുടെ മുലായിമായ റബിഹ എന്ന് പറഞ്ഞു. ഇവിടെ മനുഷ്യന്റെ മുലായിമായ ബാൽക്കണിയിൽ നിന്ന് എത്തി നോക്കുന്നു എന്നുള്ള ആ ഒരു ഇത് പറഞ്ഞു. അപ്പൊ ഇതിനെന്താണ്? മുജറദ എന്ന് പറയും. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് മുത്തലഖയാണ്. അപ്പൊ ഇതിലൊന്നും മുഷബ്ബഹിന്റെയോ മുഷബ്ബഹ് ബിഹിന്റെയോ മുലായിമ് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനു പറയും? എങ്ങനെ ഒരു മുലായിമൊന്നും അവിടെ ഇല്ലെങ്കിൽ അതിന് മുത്തലഖ എന്ന് പറയും. ഉദാഹരണത്തിന് ഇന്ന ലമ്മ തഗൽമാ ഹമൽനാകും ഫിൽ ജാരിയ. അപ്പൊ തഗൽമാ, അപ്പൊ വെള്ളത്തിന്റെ തുകയാൻ എന്നൊക്കെ പറയുന്നത് അധികരിക്കുക, ഇസ്തിയാനൊക്കെയാണ് അവിടെ ഇത് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്തില്ല?
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുലായിമൊന്നും അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് മുത്തലക്കയാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇസ്തിആറ മുജറദ എന്താണ്? ഒന്നാമത്തെ ഉദാഹരണം നോക്കുക, അല്ല ഓപ്ഷൻസ് നോക്കുക. മാ ദുക്കിറ മാഹ മുലായിബുൽ മുഷബ്ബഹി. ശരിയാണോ? ഇതിന്റെ ആൻസർ ശരിയാണോ? ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി അല്ലെ. മുഷബ്ബഹിന്റെ മുലായിമ് പറഞ്ഞാൽ അതിന് മുജറദ എന്ന് പറയും. ഇനി മുഷബ്ബഹ് ബിഹിയുടെ മുലായിം പറയുകയാണെങ്കിലോ? അല്ല സോറി, ബി നോക്കാം. മാ ഖലത് മിൻ മുലായിമാ മുഷബ്ബഹി ബിഹി വൽ അവിൽ മുഷബ്ബഹ് എന്താണ്? മുത്തലക്കയാണ്. ഓക്കെ. സി നോക്കാം. മാ ദുക്കിറ മഅഹ മുലായിമുൽ മുഷബ്ബഹ് ബിഹി. മുഷബ്ബഹ് ബിഹിയുടെ മുലായിമ് പറയുകയാണെങ്കിൽ എന്താണത്? അല്ലെ, മുറശ്ശഹ്. ഇനി തർക്കീബുൻ ഇസ്തുഅമില ഫീ ഗൈരി മാ വുദിഅ ലഹു. ഇതെന്തിന്റെ ഡെഫിനിഷൻ ആണ്? ഇസ്തിആറ തംസീലിയ അല്ലെ. ഇസ്തിആറ തംസീലിയാണ്. തർക്കീബുൻ ഇസ്തുഅമില ഫീ ഗൈരി മാ വുദിഅ ലഹു. ഇപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ വിശദീകരണങ്ങൾ പിന്നെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോ മുറശ്ശഹ നോക്കി ഇപ്പൊ ഒരു നോക്കിയിട്ട് ഇടുന്നതാണെന്നാ തോന്നുന്നത്. കാരണം മുറശ്ശഹ, മുജറദ, മുത്തലഖ, പിന്നെ അടുത്ത് വരുന്ന ഒരു ഹെഡിങ് ആണ് ഇസ്തിആറ തംസീലിയ. അത് മൂന്നങ്ങ് ഒന്നിച്ചങ്ങ് കൊടുത്തതാണ്. അപ്പൊ ഇസ്തിആറ തംസീലിയാണ് തർക്കീബുൻ ഇസ്തുഅമില ഫീ ഗൈരി മാ വുദിഅ ലഹു. ഇപ്പൊ നമ്മൾ ലഫ്ദിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. മജാസുൽ ലുഗവി, മജാസ് ഇസ്തിആറ, അതൊക്കെ ലഫ്ദുമായി ബന്ധപ്പെട്ടതാണ്. ഇത് തർക്കീബുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഒരു ഉദാഹരണം കൂടി നോക്കിയിട്ട് പിന്നെ ചെയ്യാം. ആദ സൈഫ് ഇലാ ഖിറാബിഹി. എന്താണ് അതിന്റെ അർത്ഥം? വാള് അതിന്റെ ഉറയിലേക്ക് മടങ്ങി. അതെ, വാള് ഉറയിലേക്ക് മടങ്ങി. ഇതൊരു ലഫ്ലാണോ ഇവിടെ ഉദ്ദേശം? ഇല്ലല്ലോ, ഒരു തർക്കീബല്ലേ, ഒരു സ്ട്രക്ചർ മൊത്തത്തിലാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. നാട്ടിലേക്ക് തിരിച്ചു വന്നു. അതെ, നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അൽ മുജാഹിദു ആദ ഇല വതനിഹി ബഅദ സഫരിൻ. ഒരു യോദ്ധാവ് യാത്ര ഇതൊക്കെ കഴിഞ്ഞിട്ട്, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനെയാണ് ഇവിടെ ഒരു തർക്കീബ് കൊണ്ട് ഇസ്തിആറത്ത് ചെയ്തത്. അഥവാ ആദ സൈഫ് ഇലാ ഖിറാബിഹി. വാളുറയിലേക്ക് മടങ്ങി. ഇതൊരു തർക്കീബുൻ ഇസ്തുഅമില ഫീ ഗൈരി മാ വുദിഅ ലഹു. പക്ഷെ ഇവിടെ എന്താണ്? മുഷാബഹത്താണ് ബന്ധം. അതുകൊണ്ടാണ് എന്തായത്? ഇസ്തിആറത്തായത്. മുഷാബഹത്ത് ബന്ധമുള്ളതിന് ഇസ്തിആറത്ത് എന്ന് പറയും. മുഷാബഹത്ത് അല്ല എങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? മജാസ് മുർസലാവും എന്ന് പറഞ്ഞു അല്ലെ. കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഏതായാലും തർക്കീബുൻ ഇസ്തുഅമില ഫീ ഗൈരി മാ വുദിഅ ലഹു എന്തിന്റെ ഡെഫിനിഷൻ ആണ്? ഇസ്തിആറ തംസീലിയ. ഓക്കെ, ഇനി ആ ചർച്ചകൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഖൈറുൽ മാലി ഐനുൻ സാഹിറത്തുൻ ലി ഐനിൻ നാഇമത്തിൻ. എന്താണ് ഇവിടെ? ഇവിടെ എന്താണ് നമ്മുടെ വിഷയം എന്ന് പറയോ? ഏത് ലഫ്ദിലാണ് ഇവിടെ വിഷയം? സാഹിറ നായിമ തിബാക്കാണ്. സാഹിറ നായിമ അല്ലെ. എന്താണ് ഇവിടെ ഉള്ളത്? ഒരു ജുംലയില് അതിന്റെയും ഒരു ലഫ്ളും അതിന്റെ ഓപ്പോസിറ്റ് ലഫ്ളും വരിക. ജംഉ ശൈഇ വ ളിദ്ദിഹി അല്ലെ. ഒരു വസ്തുവിന്റെ നമുക്ക് നോക്കാം. മുഹസ്സനാത്തുൽ ലഫ്ദിയ നോക്കാം. ഇത് വലുതാക്കാം. കാണുന്നുണ്ടോ? മുഹസ്സനാത്തുൽ ലഫ്ദിയ നോക്കാം. അപ്പൊ ഓപ്ഷൻസ് നോക്കട്ടെ. ഓക്കെ, ഏകദേശം അതിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇതിൽ പറഞ്ഞിട്ടില്ല. സർ, അത് വരുന്നത് ജിനാസ് ആണ്. ഐനിന്റെതാ അവിടെ വരുന്നത്. ഫിബാക്കാണ്. പിന്നെ ഞാൻ ഇതിൽ മേലെയുള്ള ഡെഫിനിഷനാണ് നോക്കുന്നത്, ഈ കള്ളിയിലുള്ളതാണ് നോക്കുന്നത്. ജിനാസ് ആണ് സർ അത് വരുന്നത്. ഒരു മിനിറ്റ്. തിബാക്ക് നോക്കാം. തിബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന്റെ അൽ ജംഉ ബൈന ശൈഇ വ ളിദ്ദിഹി. ഒരു വസ്തുവും അതിന്റെ ളിദ്ദും ഫിൽ കലാമി, ഒരു കലാമിൽ പറയാം. ഉദാഹരണത്തിന് ഇവിടെ അതിന്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇതാ, ഖൈറുൽ മാലി ഐനുൻ സാഹിറത്തുൻ ലി ഐനിൻ നായിമ. തിബാക്കാണ്. ജിനാസ് എന്ന് പറഞ്ഞാൽ എന്താ വിശദീകരിക്കാം. ജിനാസ് എന്ന് പറഞ്ഞാല് നുത്ഖിൽ ഒരുപോലെ തോന്നും, പക്ഷെ മാനയിൽ വ്യത്യാസപ്പെടും. നഹാക നുഹാക, തഖ്ഹർ തൻഹർ, യഹ്യ യഹ്യ, സാഅ സാഅ.
ഇവിടെ രണ്ടും ഒരുപോലെ നമ്മൾ ലെഫ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടും ഒരുപോലെ തോന്നിക്കും ഉച്ചരിക്കുന്ന സമയത്ത്, പക്ഷെ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് യോമ തഖൂമു സാ, ജിനാസ് താമിന്റെ ഉദാഹരണം നോക്കുക, കേഴ്സർ കാണുന്നില്ലേ? യോമ തഖൂമു സാ, ഖിയാമത്ത് നാള് സംഭവിക്കുന്ന ആ ഒരു ദിവസം, യുഖ്സമുൽ മുജ്രിമൂൻ മാ ലബിസു ഗൈറ സാ. ഇവിടെ രണ്ടാമത്തെ സാഹത്തിന്റെ അർത്ഥം എന്താ? സാധാരണ ഉള്ള അർത്ഥം അല്ലെ, സമയം. ഒരു സമയം പോലും അവര് കാത്തു നിൽക്കൂല, അഥവാ അവര് കുറച്ചുകൂടി ടൈമൊന്നും കൊടുക്കൂല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവിടെ ടൈം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ഒന്നാമത്തെ സാഹത്ത് എന്തിനാണ് ഉപയോഗിച്ചത്? എന്തർത്ഥത്തിലാണ്? ഖിയാമത്ത് നാള് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ സാഅത്ത് കാണാൻ രണ്ടും ഒരുപോലെയാണ്. നുത്തുക്കില് സാഅത്ത് എന്നും സാഅത്ത് എന്നും ഒരുപോലെയാണ് നുത്തുക്ക് ചെയ്യുന്നത്, പക്ഷെ മഅനയിൽ വ്യത്യാസമുണ്ട്. അതിനാണ് ടീച്ചറെ ജിനാസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ തിബാഖ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. തിബാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജംഉ ഷൈഇ വ ളിദ്ദി. ഇതിന്റെയൊക്കെ ഡെഫിനേഷൻ പഠിച്ചു നോക്കണം. ഒരു വസ്തുവും അതിന്റെ ലിദ്ദും ഒരു കലാമിൽ ഉണ്ടാവുക. നായിമ, സാഹിറ. എന്താണ് സാഹിറ എന്ന് പറഞ്ഞാല്? സാഹിറ എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കമൊഴിക്കുന്ന കണ്ണ് അല്ലെ. അതിന്റെ അർത്ഥം എന്ന് പറയാം, ഖൈറുൽ മാലി, ഏറ്റവും നല്ല ധനം എന്താണ്? ഐനുൻ സാഹിറത്തുൻ, ഉറക്കമൊഴിക്കുന്ന കണ്ണാണ്. ലി ഐനിൻ നായിമ, ഉറങ്ങുന്ന കണ്ണുകൾക്ക്. അതുപോലെ ഒരു ഉദാഹരണത്തിന് നോക്കുക, നമ്മൾ ഒരു സൈന്യം ഒരു സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എല്ലാ സൈനികരും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ആ കിടന്നുറങ്ങുന്ന സൈനികർക്ക് വേണ്ടിയിട്ട് കുറച്ച് പാറാവുകാർ അല്ലെങ്കിൽ കുറച്ച് സൈനികർ എന്ത് ചെയ്യുന്നു? അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ ഐനുൻ സാഹിറത്തുൻ, ഉറക്കമൊഴിക്കുന്ന കണ്ണ്. ലി ഐനിൻ നായിമ, ഉറങ്ങുന്ന കണ്ണുകൾക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ സാഹിറ നായിമ എന്നുള്ള ഒരു വസ്തുവും അതിന്റെ ലിദ്ദും, ഉറക്കമൊഴിക്കുക, ഉറങ്ങുക, അത് എന്തിൽ വന്നു? ഒരു കലാമിൽ വന്നു. അപ്പൊ അതിനെന്ത് പറയും? തിബാഖ് എന്ന് പറയും. ഓക്കെ, ജിനാസ് നമ്മൾ പറഞ്ഞു, തിബാഖും പറഞ്ഞു. ഇനി എന്താണ് തൗരിയത്ത്? വിശദീകരിക്കുന്നതിന് മുമ്പ് അറിയുന്നവരൊന്ന് പറഞ്ഞു. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും പറയാനാവോ? തൗരിയത്ത് ഒരു വേർഡ്, അതിന് രണ്ടർത്ഥം ഉണ്ടാകും. മറിച്ച് വെച്ചിട്ട് മറ്റൊരു അർത്ഥം ഉപയോഗിക്കും. ഗരീബായിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഞാൻ വിശദീകരിക്കാം. ആ തൗരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? യദ്കുറൽ മുതക്കല്ലിമു ലഫ്ലൻ, ഒരു പറയുന്ന ഒരാള് ഒരു ലഫ്ല് പറയുന്നു, മുഫ്രദായ ഒരു ലഫ്ല് പറയുന്നു. ലഹു മഅനയാൻ, രണ്ടർത്ഥം ഉണ്ട് അതിന്. ആ ഒരു ലഫ്ലിന് രണ്ടർത്ഥമുണ്ട്. ഒന്നെന്താണ്? ഖരീബുൻ ലാഹിറുൻ, വളരെ അടുത്തതും വളരെ പ്രകടവുമായിട്ടുള്ള. ഖരീബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ ആ ഒരു വേർഡ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു അർത്ഥം അതായിരിക്കും. ഗൈറു മുറാദിൻ, അതായിരിക്കൂല ഇവിടെ ഉദ്ദേശം. ബഈദുൻ ഖഫിയുൻ, വളരെ വിദൂരമായിട്ടുള്ള അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടാകും. ഹുവൽ മുറാദു, അതായിരിക്കും ഇവിടെ ഉദ്ദേശം. ക്ലിയർ ആണോ? അപ്പൊ ഒരു മുത്തക്കല്ലിം, ഒരു പറയുന്ന ഒരാൾ ഒരു ലഫ്ല് പറയുന്നു, അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഖരീബുൻ ലാഹിറുൻ ഗൈറു മുറാദിൻ, വളരെ അടുത്ത അല്ലെങ്കിൽ വളരെ പ്രകടമായ ഒരു അർത്ഥമാണ്, പക്ഷെ അത് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വേറൊരു അർത്ഥം കൂടിയുണ്ട്, ബഈദുൻ ഖഫിയുൻ, അവ്യക്തമായ വിദൂരമായ ഒരു അർത്ഥവും കൂടിയുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഹബീബ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക എന്താണ്? എന്തർത്ഥാണ്? സുഹൃത്ത്, സുഹൃത്ത് അല്ലെ. നമുക്ക് ഹബീബ്, അതെ, ഹബീബ് എന്ന് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരെ ഹബീബ് എന്നാണ്. പക്ഷെ ഈ ലാഹിറായ ഖരീബായ മാന ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ആ പറയുന്ന ഷാഹിർ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? ഹബീബുബിന് ഔസ് എന്ന് പറയുന്ന ഒരു കവി ഉണ്ടല്ലോ, കവിയുടെ പേരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയാ? തൗരിയത്ത് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിളും കൂടെ ഒന്ന് പറയോ? പറയാം. ഏതായിരുന്നു? സോറി, ഇതല്ലേ? ഇതിന്റെ ആണോ? ദൗര്യത്തിന്റെ. തൗര്യത്തിന്റെ ഒന്നാമത്തിന്റെ പറയണോ? അല്ല, അത് മനസ്സിലായി. ഓക്കെ. രണ്ടാമത്തത് അബിയാത്തു ഷിഅരിക കൽ ഖുസൂർ വലാ ഖുസൂറ ബിഹാ യഊഖ്. ഇവിടെ ജിനാസും ഉണ്ട് കേട്ടോ. ഖുസൂർ ഇവിടെ ഒന്നാമത്തെ ഖുസൂർ കൊണ്ട് ഉദ്ദേശിച്ചത്
പിന്നെ കൊട്ടാരാണ്. രണ്ടാമത്തെ ഖുസൂർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? പിന്നെ പിഴവുകൾ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ജിനാസ് താമ് വന്നു. ഒരേ യതശാബഹാനി ഫിൽ ലഫ്ളി നുത്ഖി, നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരുപോലെയാണ്, പക്ഷെ മായനയിൽ വ്യത്യാസം വന്നു. ഇത് അതിനുള്ള ഉദാഹരണം നോക്കാം. രണ്ടാമത്തേല് ഒമിനൽ അജാഇബി ലഫ്ളുഹ ഹുർറുൻ വമഅനാഹ റഖീഖ്. റഖീഖ് എന്നുള്ളത് ഒരു ഹുർറ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് റഖീഖ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്താ അർത്ഥം വരിക? നേർത്തത്. സ്വതന്ത്രൻ എന്നല്ലേ? അല്ല, ഹുർറ് സ്വതന്ത്രനല്ലേ? റഖീഖിന് വേറൊരു അർത്ഥമുണ്ട്, അറിയോ? അടിമ. സാറ് നമുക്കിവിടെ തിബാക്കു ആ. കരുതിക്കൂടെ ഹുറും റഖീഖും പറയുമ്പോ? അവിടെ അങ്ങനെയും പറയാം. ഒരു സാധനത്തിന്റെ പല സാധനത്തിനുള്ള ഉദാഹരണമാവും കേട്ടോ. നമ്മള് ഓരോന്നിനും ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. ഒരു ഷെയ്ഖും അതിന്റെ ലിത്തും പറയുന്നോണ്ട് അതിന് തിബാക്കിന്റെ ഉദാഹരണമാവാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കുസൂറ എന്നുള്ളത് അവിടെ ജിനാസും ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. നമ്മള് ഈ വിഷയം ഫോക്കസ് ചെയ്യാം. ഹുർറ് എന്നുള്ള സ്വതന്ത്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് റത്തീഖ് എന്ന് അടുത്തൊരു വേർഡ് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന അർത്ഥം എന്താണ്? അടിമ എന്നുള്ളതാണ് അല്ലെ? സ്വതന്ത്രൻ, അടിമ, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക അല്ലേ? യെസ്. അപ്പോ അതെ. പക്ഷെ ഇവിടെ ഉദ്ദേശമല്ല. ഖരീബും ലാഹിറായിട്ടുള്ള മാന ഇവിടെ ഉദ്ദേശമല്ല. പക്ഷെ റഖീഖ് എന്ന് പറഞ്ഞാൽ നേർത്താന്നുള്ള അർത്ഥമുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശം. ഓക്കെ, അതാണ് ഇപ്പൊ ഇവിടെ തൗരിയത്ത് എന്ന് പറയാനുള്ള കാരണം. ഇനി അവിടെ എന്താ വിശദീകരിക്കാനുള്ള? എക്സാമില് ക്വസ്റ്റ്യൻ വരുമ്പോ മനസ്സിലാകും. അത് നമ്മൾ ഈ ഉദാഹരണങ്ങൾ നോക്കി പഠിക്കാന്ന് മാത്രമേ അതിന് മനസ്സിലാക്കാനുള്ളൂ. ഒന്നാമത് ഇതിന്റെ അർത്ഥം മനസ്സിലാവണം. സാഹിറത്ത് എന്താണ്, നായിമത്ത് എന്താണെന്നുള്ള അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു വിഷയത്തിന്റെ ഷെയ്ഖും ലിദ്ദും വന്നിട്ടുണ്ട്, മനസ്സിലാക്കാം. അപ്പൊ അതിന് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതില് പിന്നെ വളരെ മൈന്യൂട്ടായിട്ട് എവിടുന്നെങ്കിലും ഒന്നും ചോദിക്കുന്നില്ല. ബലാഗത്തുൽ വാളിഹയിലുള്ള എക്സാമ്പിളുകൾ മാത്രമാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. LP-UPന്റെ നോക്കുമ്പോൾ HSA ലെക്ചറൊക്കെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിലൊക്കെ ബലാഗത്തുൽ വാളിഹിലേക്കൊക്കെ വന്ന ഉദാഹരണങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങൾ. അപ്പൊ ആ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ ഇതിന് ഉള്ളൊരു പോംവഴി ഉള്ളൂ. കാരണം അർത്ഥം മനസ്സിലാവാതെ നമുക്ക് ഇത് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ജിനാസ് പറഞ്ഞു, തൗരിയത്ത് പറഞ്ഞു അല്ലെ? ഒരു ലാഹിറായ ഖരീബായ ഒരു അർത്ഥം ഉണ്ടാവും, അതല്ല ഉദ്ദേശം. വഈദായതാണ് ഉദ്ദേശം. തിബാക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു അല്ലെ? ഒരു ഷെയ്ഖും അതിന്റെ ലിദ്ദും പറയാന്നുള്ളത്. സജിൽ എന്ന് പറഞ്ഞാൽ എന്താ? അതെ, സജിൽ എന്താണ്? തവാഫുൽ ഫാസിലത്തൈനി, രണ്ട് ഫാസിലത്തുകൾ യോജിക്കുക, ഫിൽ ഹർഫിൽ അഖീരി, അതിന്റെ അവസാനത്തിൽ. ഉദാഹരണത്തിന് മൂഫിഖൻ, ഖലഫൻ, തലഫൻ. ഇവിടെ ഫ അവസാനത്തെ രണ്ട് ഇത് ഒരുമിച്ച് വന്നല്ലോ. സിമ്പിൾ ആണ് അല്ലെ? ഖലഫൻ, തലഫൻ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം തശ്ബീഹ്, ഇസ്തിയാറത്ത്, അതുപോലെ പിന്നെ ഈ ജിനാസ്, ഈ മുഹ്സനാത്തുൽ ലഫ്ലികളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ സെയിം സാധനങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അറുപതുമായി ബന്ധപ്പെട്ടത്, സമക്കത്ത്, ലൈലുൻ എന്നൊക്കെ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് നോക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് തശ്ബീഹിന്റെ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, തുടക്കത്തിലുള്ള, ഓർമ്മയില്ലേ? അഥവാ അദാത്ത് പറയുകയാണെങ്കിൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നൊക്കെ. അതെ, മുർസല്, മുഅക്കദ്, മുജ്മല്, മുഫസ്സല്, ബലീഗ്. ഒന്ന് നോക്കാം അതിന്റെ. ഇതെവിടെ നോക്കാം? ഇവിടെ നോക്കാം. ഇത് കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? അപ്പൊ ഇതിൽ നോക്കുക. തശ്ബീഹിനെ നമ്മള് നൗകളാക്കി തിരിച്ചല്ലേ? മഖ്ലൂബ്, ളിംനി, തംസീല്. അതുപോലെ വേറൊരു ഇനാണ് ഈ മുർസല്, മുഅക്കദ്, മുജ്മല്, മുഫസ്സല് എന്നൊക്കെ ഉള്ളത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അദാത്ത് പറയപ്പെട്ടാൽ അതിനെന്ത് പറയും? മുർസല് എന്ന് പറയും. ഇപ്പൊ അന്ത കശംസി, ഇവിടെ ഏതാണ് അദാത്ത്? കാഫ്. ഓക്കെ, മുഅക്കദ് എന്ന് പറഞ്ഞാല് അദാത്ത് പറയപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന് അന്തശംസു ഫിൽ ളിയാഇ, ഇവിടെ ക എന്നുള്ളത് ഒഴിവാക്കി അല്ലെ? അന്ത കശംസി എന്ന് പറയാതെ അന്തശംസു എന്ന് പറയും.
അപ്പൊ അവിടെ അദാത്ത് പോയതുകൊണ്ട് അതിന് മുഅക്കദ് എന്ന് പറയും. ഓക്കെ. ഇനി മുജ്മല് എന്താണ്? മാ ഹുദിഫ മിൻഹു വജ്ഹു ശബഹ്. വജ്ഹു ശബഹ് കളയപ്പെടുകയാണെങ്കിൽ സോറി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഉദാഹരണം ഒന്നും കൂടി നോക്കാം. അന്തക ശംസി ഫില്ലിയായി. ഫില്ലിയാ എന്നുള്ളത് എന്താണ്? വജ്ഹു ശബാണ് അല്ലെ? വജ്ഹു ശബാണ്. അപ്പൊ അന്തക ശംസി എന്ന് പറഞ്ഞു, ഫില്ലിയായി എന്നുള്ളത് പറഞ്ഞില്ല. അപ്പൊ എന്താണത്? മുജ്മലാണ്. കാരണം വജ്ഹു ശബ അവിടെ പറഞ്ഞില്ല. ഇനി വജ്ഹു ശബ് പറയുകയാണെങ്കിലോ മുഫസ്സലാണ്. മാദുക്കിറ ഫീഹി വജ്ഹു ശബ് അന്തക ശംസി ഫില്ലിയായി. കാരണം ഫില്ലിയായി എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി ബലീഗ് എന്താണ്? അദാത്തും പറഞ്ഞിട്ടില്ല, വജ്ഹു ശബും പറഞ്ഞിട്ടില്ല. അന്തശംസ്. അന്തശംസ് മലപ്പുറം ഭാഷ ഇജ്ജന്നാണ് എന്ത്? പിന്നെ സൂര്യൻ, നീയാണ് സൂര്യൻ എന്ന് പറയാം. അപ്പൊ അതിനാണ് ബലീഗ് എന്ന് പറയാം. അപ്പൊ മുർസല്, മുഅക്കദ്, മുജ്മല്, മുഫസ്സല്, ബലീഗ്. ഇത് കുറെ പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ. അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. അപ്പൊ ഇവിടെ തശ്ബീഹുൻ ഹുദിഫത്ത് മിൻഹുൽ അദാത്തു വ വജ്ഹു ശബ് എന്താണ്? ഓപ്ഷൻ ബി. ഓക്കെ, യെസ്, ബലീഗ്. ഇനി അത് നേരത്തെ പറഞ്ഞ തന്നെയാണ്, വിശദീകരിക്കുന്നില്ല. അൽ ഇസ്തിആറത്തു ഡാഷ് മാ ദുക്കിറ മഅഹാ മുലായിമുൽ മുശബ്ബഹു ബിഹി മുറശ്ശഹ. ഓക്കെ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര എന്താണ്? ഇത്തിബാഖ് അല്ലെ? ഒരു വസ്തുവിന്റെ ഒരു വസ്തുവും അതിന്റെ ഇത് മുക്കാബലല്ലേ? യുരീദു വലാ യുരീദു. യുസ്സിറു മുക്കാബലയാണ് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ, രണ്ടോ രണ്ടിലധികമോ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? മുക്കാബലയാണ് അല്ലെ? ഓക്കെ. മുക്കാബലയുടെ വിശദീകരണം നേരത്തെ പറഞ്ഞില്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. മുക്കാബല എന്ന് പറഞ്ഞാൽ എന്താ? അയ്യുത്ത ബിമഅനയൈനി ഔ അക്സറ. രണ്ടർത്ഥം അല്ലെങ്കിൽ രണ്ടിലധികം അർത്ഥം കൊണ്ടുവരിക. സുമ്മ യുത്ത ബിമ യുഖാബിലു ദാലിക. അതിനോട് ഓപ്പോസിറ്റ് ഉള്ളത് കൊണ്ടുവരിക. അല തർത്തീബി, ഇങ്ങനെ അതിന്റെ ആ ഒരു ഓർഡർ പ്രകാരം. ഉദാഹരണത്തിന് ല തുക്സിറൂന ഇൻദൽ ഫസഅ തുഖില്ലൂന ഇൻദ തമഅ. തുക്സിറു, തുഖില്ലു, ഫസഅ, തമഅ ഓപ്പോസിറ്റ് ആയ കാര്യങ്ങളാണ്. രണ്ടെണ്ണം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ. ഓക്കെ. സദീഖുൻ ഫിസ് സിർരി അദുവുൻ ഫിൽ അലാനിയ. സദീഖ് എന്നുള്ളത് ഒരു പിന്നെ വസ്തു, ഒരു കാര്യം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അദുവ്. സിർ എന്നുള്ളത് പിന്നെ എന്താണ് അർത്ഥം? സീക്രട്ട് അല്ലെ? രഹസ്യം. രഹസ്യം. അലാനിയത്ത് പരസ്യം. അപ്പൊ സദീഖ്, സുഹൃത്ത്, ശത്രു, രഹസ്യം, പരസ്യം. അങ്ങനെയുള്ള രണ്ട് മാന അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ മാന കൊണ്ടുവരിക. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഉള്ളത് തർത്തീബിൽ കൊണ്ടുവരിക. നമുക്ക് തിബാക്കും മുക്കാബലയും കൺഫ്യൂഷൻ ആയി പോകും എപ്പോ നമ്മൾ അവിടെ രണ്ടെണ്ണം എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ഓക്കെ. ഒന്നിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം. യുരീദു, ലാ യുരീദു. അപ്പൊ അവിടെ തന്നെ രണ്ട് നിലക്കുള്ള ഒന്നുകൂടി വിശദീകരിക്കാം. അവിടെ എന്തുണ്ട്? രണ്ട് നിലക്കുള്ള വിഷയം വരുന്നുണ്ട്. പോട്ടെ. ഏതായാലും അതെ. പക്ഷെ ഇവിടെ നമ്മൾ മുക്കാബലയുടെ വിഷയമാണ്. പിന്നെ രണ്ട് കാര്യം പറഞ്ഞതുകൊണ്ട് അല്ലെ? ഓക്കെ. ജിനാസ് നേരത്തെ നമ്മൾ പറഞ്ഞു, തൗരിയത്ത് പറഞ്ഞു, തിബാക്കും പറഞ്ഞു, മുക്കാബലയും പറഞ്ഞു. രണ്ടോ രണ്ടിലധികമോ കാര്യങ്ങൾ, പിന്നെ അതിന്റെ തർത്തീബായിട്ട് അതിന്റെ കാര്യങ്ങൾ കൊണ്ടുവരും. ഓക്കെ. ഇനി അടുത്തത് ഇതൊക്കെ എന്താണ്? ഇതിൽപ്പെട്ടതാണ്, അറൂളാണ്. ഇനി തശ്ബീഹ് മുർസൽ. ഞാൻ പറഞ്ഞില്ല, ആവർത്തിച്ച് വരുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. എന്താണ് മുർസല്? ഓക്കെ, എ ആണ് കറക്റ്റ് ആൻസർ. ഓരോന്നും പെട്ടെന്നൊന്ന് പറഞ്ഞ്. ഈ ബി എന്താണ്? അദാത്ത് കളയപ്പെട്ടത്. ഓക്കെ. വജ്ഹു ശബഹ് പറയപ്പെടാത്തത്, കളയപ്പെട്ടത്. ഓക്കെ. പറയപ്പെട്ടാൽ മുഫസ്സൽ. ഓക്കെ ഓക്കെ. ഇനി യമുജു. ഇനി ഇത് ചിലപ്പം വിശദീകരണം വേണ്ടി വരും, ചിലപ്പോൾ അറിയായിരിക്കും. യമുജു ലലാമൻ ഫി നഹാരി ലിസാനുഹു വയഫ്ഹിമു അമ്മൻ ഖാല മാ ലൈസ യസ്മഉ. ഈ ബൈത്തില് എന്ത് ഇസ്തിആറത്താണുള്ളത്? അസ്ലിയ. എന്തുകൊണ്ടാണ് അസ്ലിയായത്? അവിടെ നഹാറ് എന്നുള്ളത് ജാമിദ ഇസ്മാണോ? ആണോ? അവിടെ ഏതാ ഇസ്തിഗാറ നടന്നിട്ടുള്ള വാക്കുകൾ ജാമിദ ഇസ്മാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മള് അസ്ലിയ എന്നുള്ളതും,
അതെ. അപ്പൊ ഇവിടെ മുഷ്തിഖാണെന്നുണ്ടെങ്കിൽ ഇസ്തിയാറ നടന്നിട്ടുള്ളത് ഏത് വേർഡാണ്? 2 പേരിൽ നടന്നിട്ടുണ്ട്. ലലാമിൽ നടന്നിട്ടുണ്ട്, നെഹാറിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം മിദാദ് എന്നുള്ളതിനെയാണ് ലലാമിനോട് സാദൃശ്യപ്പെടുത്തിയത് അല്ലെ. പിന്നെ പകല് എന്നുള്ളതിനെ കടലാസ് എന്നുള്ളതിനോട് തശ്ബീഹ് ചെയ്തു. 2 തശ്ബീഹ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ തശ്ബീഹിന്റെ ഈ വേർഡ് എന്താണെങ്കിൽ ഇസ്മാണെങ്കിൽ ആണ് ജാമിദായ ഇസ്മ. ഇസ്മൽ ജാമിദാണെങ്കിൽ, അത് ജാമിദായ ഇസ്മ മുസ്തഖ് ആണെങ്കിൽ അലീം ആണ്. അതിന് അസ്ലിയ, ഇസ്തിയാറത്ത് അസ്ലിയ എന്ന് പറയും, അല്ലെങ്കിൽ തബഇയ എന്ന് പറയും. ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ഇസ്തിയാറ മുറഷഹ തംസീലി ഇതിനു മുമ്പാണല്ലേ. അസ്ലിയ തബഇയ. ഇതാ കാനൽ ലഫ്ദുൽ ലദി ജറത് ഫീഹി ഇസ്മൻ ജാമിദൻ, അതിലുള്ള ലഫ്ദ് ഇസ്മ ജാമിദ് ആണെങ്കിൽ, ഇപ്പൊ ഇവിടെ പറഞ്ഞ ലലാം ഇരുട്ട് എന്നുള്ളത് മഷിയോടും അതുപോലെ നഹാർ എന്നുള്ളത് പിന്നെ കടലാസിനോടാണ് ഉപമിച്ചത്. അപ്പൊ ഈ ലലാം നഹാർ എന്നുള്ളത് പിന്നെ മുഷ്തഖല്ലാത്തോണ്ട്. എന്താ മുഷ്തഖല്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? ഇപ്പൊ സക്കത്ത, സക്കത്ത എന്നുള്ളത് സക്കത്ത, സക്കത്ത, സക്കത്തു, അല്ലെങ്കിൽ സക്കത്ത, യസ്കുത്തു, സാക്കിത്ത്, സുക്കൂത്ത്, മസ്കൂത്ത്, അങ്ങനെ പലതും അതിൽ നിന്ന് എടുക്കാലോ. പക്ഷെ ലലാമെന്നും നഹാറെന്നും അങ്ങനെ മുഷ്തഖ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ജാമിദ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ജാമിദ് ആണെങ്കിൽ അതിന് അസ്ലിയാന്നും. ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് സക്കത്ത നോക്കുക. ഉദാഹരണത്തിന് സക്കത്ത, ഇവിടെ സുക്കൂത്ത് എന്നുള്ളതിനാണ് ഇവിടെ തശ്ബീഹ് ചെയ്തിട്ടുള്ള ഒരു വേർഡ്. അപ്പൊ ഇത് മുഷ്തഖ് ആയതുകൊണ്ട് അതിന് എന്തെന്ന് പറയും? തബഇയ എന്ന് പറയും. ഓക്കെ, ഉദാഹരണത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് ഓപ്ഷൻസിൽ. തബഇയ, അസ്ലിയ, മുറഷഹ, മുജറദ. മുറഷഹ മുജറദ നേരത്തെ പറഞ്ഞു. മുലായിം മുഷബ്ബഹ് ബിഹിയുടെ മുലായിം പറഞ്ഞാൽ മുറഷഹിയും, മുഷബ്ബഹിന്റെ മുലായിം പറയുകയാണെങ്കിൽ മുജറദയും. ഓക്കെ, അപ്പോ 75ന്റെ ആൻസർ എന്താണ്? ബി അല്ലെ, ബി അസ്ലിയ. ഓക്കെ, ഇനി മിനൽ മുഹസ്സനാത്തിൽ ലഫ്ലിയ. ഇഖ്തിബാസ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇത് നോക്കാം. മുഹസ്സനാത്തുൽ ലഫ്ലിയ ഏതൊക്കെയാണ്? സജ്, ജിനാസ്, ഇഖ്തിബാസ് അല്ലെ. ഇതിൽപ്പെട്ട ഒന്നാണ് ഇഖ്തിബാസ്. ഇഖ്തിബാസ്. ഇനി തൗരിയത്തൊക്കെ നോക്കാം. തൗരിയത്തൊക്കെ ഏതിലാ വരുന്നത്? മാനിയാണോ അല്ല ലഫ്ലാണോ എന്നുള്ളതാണ് നോക്കുന്നത്. തൗരിയത്ത് ഏതിൽ പെടുന്നതാ? അതിന്റെ ഒരു ചാർട്ട് കാണിച്ചു തരാം. ഓക്കെ, മുഹസ്സനാത്തുൽ മാനവിയ. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഈ ഏതൊക്കെയാണ് പെടുന്നത് പെടാത്തത് എന്നുള്ളത്. അപ്പൊ ഇതൊന്ന് മനസ്സിലൊന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്, ഈ ഒരു ചാർട്ട്. മുഹസ്സനാത്തുൽ മാനവിയ, തൗരിയത്ത്, ഹുസ്നു താലീല്, മുഖാബല, ഉസ്ലൂബുൽ ഹക്കീം, തിബാഖ്, തഅക്കീദുൽ മദ്ഹ് ബിമാ യുശ്ബിഹു ദം, തഅക്കീദു ദം ബിമാ യുശ്ബിഹുൽ മദ്ഹ്. ഇതൊക്കെ എന്തിൽ പെട്ടതാണ്? മുഹസ്സനാത്തുൽ മാനവിയയിൽ പെട്ടതാണ്. ഓക്കെ, അപ്പൊ തൗരിയത്ത് പറഞ്ഞു. മക്നിയ അത് ഇതുമായിട്ട് ബന്ധമില്ല. എന്തുമായിട്ട് ബന്ധമുള്ള? ഇസ്തിയാറത്തിന്റെ അല്ലെ. തസ്രീഹിയ, മക്നിയ എന്നൊക്കെ. ഓക്കെ, ഈജാസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? അതെ, ഇൽമുൽ മഹാനിയിൽ പെട്ടതാണ് അല്ലെ. ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്. ഈജാസ് വേണമെങ്കിൽ കാണുന്നില്ലേ? ഓക്കെ, ഈജാസ് എന്നുള്ളത് ജംഉൽ മആനിൽ മുതകാസിറ തഹ്ത ലഫ്ദിൽ ഖലീൽ മഅൽ ഇബാനത്തി വൽ ഇഫ്സാഹ്. ഒരു ചെറിയ വേർഡില് ഒരുപാട് മാനകൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതിനാണ് ഈജാസ് എന്ന് പറയാം. ഇത് തന്നെ 2 വിഭാഗമുണ്ട്: ഈജാസു ഹദ്ഫ്, ഈജാസു ഖിസർ. ഹദ്ഫ് എന്ന് പറഞ്ഞാൽ അവിടെ കളയപ്പെടുന്നുണ്ട്. വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ. ഇവിടെ വജാ എന്നുള്ളതിന് ശേഷം ഒരു അംർ, അള്ളാഹുവിന്റെ കൽപ്പന വന്നു എന്നുള്ളതിന് റബ്ബ് വന്നു എന്നാണ് പറഞ്ഞത്. റബ്ബ് വരൂലല്ലോ. റബ്ബിന് പകരം എന്താണ് അവിടെ? അള്ളാഹുവിന്റെ കൽപ്പന വന്നു എന്നാണ്. വജാ അംറു റബ്ബിക വൽ മലക്കു സഫൻ സഫ എന്നാണ് വരേണ്ടത്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? ഹദ്ഫ് ചെയ്തു. അപ്പൊ ചെറിയ ലഫ്ദിൽ എന്ത് ചെയ്തു? ഒരുപാട് മാനകൾ ഉൾക്കൊള്ളിച്ചു. അപ്പൊ അത് ഈജാസ് ഹദ്ഫാണ്. ഖിസർ എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുന്നില്ല, ഹദ്ഫൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ വേർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മാനകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. അറിയുക, ലഹു അള്ളാഹുവിനാകുന്നു, അൽ ഖൽഖു വൽ അംർ സൃഷ്ടിപ്പും അതുപോലെ അതിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനാണ്. ഈ ഹൽക്ക് അമ്ര എന്ന് പറയുന്നത്
യതളമ്മയാനി അൽ ഉമൂർ അൽ കസീറ, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈജാസ്. പിന്നെന്താ മുസാവാത്ത്? മുസാവാത്ത് എന്താ? സെയിം ആയിട്ട് കാര്യം പറയാ. അതെ, കൂടുതലുമില്ല കുറവുമില്ല അല്ലെ, കറക്റ്റ്. എന്താണോ അതിന്റെ വേർഡ് പറഞ്ഞത് അതിന്റെ അർത്ഥം മാത്രമേ അവിടെ ഉള്ളൂ. ഇനി ഇത്തുനാബ് എന്താണ്? ഇത്തുനാബ് ഒരുപാടുണ്ട്, ജസ്റ്റ് ഒന്ന് പറയാം. സിയാദത്തുൽ ലഫ്ള് അൽ മാന ലിഫായിദ, അർത്ഥത്തിനേക്കാൾ ലഫ്ള് ഉപയോഗിക്കുക. അതിന്റെ ആവശ്യമില്ല, കുറച്ചും കൂടി വിശദീകരിച്ച് പറയാം, പക്ഷെ എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ഒരു ഉദാഹരണം മാത്രം പറയാം. ദിക്റുൽ ഖാസ് ബഅദൽ ആം, ആമ് പറഞ്ഞതിന് ശേഷം ഖാസ് പറയാം. തനസ്സലുൽ മലായിക്ക എന്ന് പറഞ്ഞു, മലക്കുകൾ ഇറങ്ങി എന്ന് പറഞ്ഞു. മലക്ക് എന്നുള്ളത് ആമായ ഒരു കാര്യമാണ് അല്ലെ. അപ്പോ അതിനുശേഷം റൂഹ് എന്ന് പറഞ്ഞു. റൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെ ഉദ്ദേശിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകൾ പെട്ടതല്ലേ? അതെ. അപ്പൊ മലക്കുകൾ വീണ്ടും ജിബ്രീൽ എന്ന് പറയേണ്ട കാര്യം എന്താണ്? അത് അവിടുത്തെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ പ്രാധാന്യം വിവരിക്കാൻ വേണ്ടി പറയും. ആയുധത്തിന് വേണ്ടിയിട്ട് ലഫ്ലിനേക്കാൾ മഅനയേക്കാൾ ലഫ്ലിനെ അധികരിപ്പിക്കുക, അതിന് ഇത്നാബ് എന്ന് പറയും. അതാണ് ഈജാസ്, ഇത്നാബ്, സവാത്ത്. ഈ മഅനിയിൽ ആകെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്, അതുപോലെ ഖസ്ർ, ഫസ്ല്, വസ്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ. തുടക്കത്തിലുള്ളൊന്നും ചോദ്യം കാണുന്നില്ല. ഓക്കെ, ഇതൊക്കെ ഇതുമായി ബന്ധമില്ലാത്തതാണ്. ഇനി ഞാൻ പറഞ്ഞില്ല, ഇത് ഒരുപാട് ആവർത്തിക്കുന്നുണ്ട്. തശ്ബീഹുൻ യുസ്കറു ഫീഹി വജൂഹു ശബ്ഹ് എന്താണ്? അല്ലെ, പറഞ്ഞില്ലെങ്കിൽ മുജ്മല്, മുർസല് അദാത്തിൻ്റെത്, മുഅക്കദ് അദാത്ത് പറഞ്ഞില്ലെങ്കിൽ. ഓക്കെ. കഅന്നക ശംസുൻ വൽ മുലൂകു കവാകിബു, ഇവിടുത്തെ തശ്ബീഹിന്റെ ഗറദ് എന്താണ്? ബയാന് മിക്താർ ഹാലിഹി അല്ലേ സാർ? ബയാന് ഓക്കെ, ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ഭാഗം എടുത്തോട്ടെ. ഓക്കെ, അഗ്റാദു തശ്ബീഹ്. ഓക്കെ, എന്താണ് ചോദ്യം? ഓ, കഅന്നക ശംസുൻ വൽ മുലൂകു കവാകിബു, അതിന് ശേഷമുണ്ട് ഇദാ ത്വലഅത് ലം യബ്ദു മിൻഹുന്ന കൗകബു. നിങ്ങൾ ഷംസ്, സൂര്യനെ പോലെയാണ്, മറ്റു രാജാക്കന്മാരൊക്കെ എന്താണ്? കവാക്കിബ് പോലെയാണ്, നക്ഷത്രങ്ങളെ പോലെയാണ്. അതിനുശേഷം പറയുന്നത് ഇദാ ത്വലഅത് ലം യബ്ദു മിൻഹുന്ന കൗകബു, സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ മറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. പിന്നെ മറ്റ് നക്ഷത്രങ്ങളെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഇദാ ത്വലഅത് ലം യബ്ദു മിൻഹുന്ന കൗകബു, ആ സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ മറ്റു നക്ഷത്രങ്ങളൊന്നും വെളിവാകൂല. അപ്പൊ ഇവിടെ പിന്നെ അത്രയും ഉഷാറായ ആളാണ് ഈ പിന്നെ രാജാവ് എന്നാണ് ഇവിടെ തശ്ബീഹ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ അഗ്റാദ് എന്താണ്? അപ്പം അഗ്റാദു തശ്ബീഹ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് തശ്ബീഹിന്റെ അഗ്റാദുകൾ. ഒന്ന് ഇംകാനുൽ മുഷബ്ബഹ്, തസീന്, തസ്ബീഹ്. ഓക്കെ. രണ്ടാമത്തത് ബയാനു ഹാലിഹി, മൂന്നാമത്തത് മിഖ്ദാറു ഹാലിഹി, നാലാമത്തത് തഖ്രീറു ഹാലിഹി, അഞ്ചാമത്തത് തസീന് അല്ലെങ്കിൽ തഖ്ബീഹ്. ഓക്കെ. അപ്പോ ഇവിടെ രണ്ടാമത്തതാണ്, അഥവാ ഹാൽ, ഏത് അവസ്ഥയിലാണ് ഉള്ളത്? ഈ ഒരു രാജാവ് ഇപ്പൊ ഏത് അവസ്ഥയിലാണ് ഉള്ളത്? രാജാവ് ഇപ്പോ ഒരു സൂര്യനെ പോലെയാണ്. മറ്റു രാജാക്കന്മാരൊക്കെ പിന്നെ നക്ഷത്രങ്ങളാണെങ്കിൽ ഇദ്ദേഹം എന്താണ്? സൂര്യനെ പോലെയാണ്. ആ ഒരു അവസ്ഥ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തശ്ബീഹ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ അഗ്റാദ് എന്താണ്? ബയാനു, ഇവിടെ ചോദ്യം. ഓക്കെ, ബയാനു ഹാലുൽ മുഷബ്ബഹി, മുഷബ്ബഹിന്റെ അവസ്ഥ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ബി ആണ്. ബയാനു ഇംകാൽ മുഷബ്ബഹ്, അത് സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഒന്ന് നോക്കുക. ഉദാഹരണത്തിന് ദാനിൻ ഇലാ ഐദിൽ ഉഫാത്തി വശാസിഉൻ അൻ കുല്ലി നിദ്ദിൻ ഫിന്നദാ വലരീബി. ഇവിടെ എന്താന്ന് പറയാനറിയോ? ആർക്കെങ്കിലും അറിയോ എന്താണ് ഇവിടെ? ഇവിടെ ഇങ്ങനെ ഒരു തശ്ബീഹ് സാധ്യമാണോ എന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ദാനിൻ ഷാസി എന്നുള്ള അർത്ഥം നോക്കുക. എന്നിട്ട് ദാനിൻ അടുത്താണ്, ഷാസി എന്ന് പറഞ്ഞാല് വിദൂരമാണ്, അടുത്താണ്, വിദൂരാണ്. ഇപ്പൊ രണ്ട് ഓപ്പോസിറ്റ് ആയ സംഭവം പറഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആളുകൾക്ക് ഒരു മനസ്സിലൊരു പിന്നെ എന്താ പറയാ, ഒരു സംശയം വരും. ഇങ്ങനെ അത് ഒരാളെ കുറിച്ച് തന്നെ അടുത്താണ്, ദൂരാണെന്ന് പറയാൻ പറ്റുമോ? അതെ, അത് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത വരിയിൽ തശ്ബീഹ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഒന്നുകൂടി പറയാം. ദാനിൻ ഇലാ ഐദിൽ ഉഫാത്തി വശാസിഉൻ,
ദാനിൻ അടുത്തതാണ്, ഇല ഐദിൽ ഉഫാത്തി ഇങ്ങനെ ചോദിച്ചു വരുന്ന ആളുകളുടെ കൈകളിലേക്ക് അടുത്ത ആളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ലോണം കൊടുക്കുന്ന ആളാണെന്നല്ലേ? അയാളോട് ധർമ്മിഷ്ഠനാണ്. ധർമ്മിഷ്ഠനാണ്. അതെ. അപ്പൊ ചോദിച്ചു വരുന്ന ആളെ കൈയോട് അടുത്ത ആളാണ് എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠനാണ്. അപ്പൊ ഷാസിഉൻ അദ്ദേഹം പിന്നെ എന്തുവാണ്? വളരെ വിദൂരത്തുമാണ്. അൻകുല്ലി നിദ്ദിൻ ഇതാണ് നിദ്, നിദ് ശരീക്ക് ഒക്കെ പറയില്ലേ, പങ്കാളികളെ കുറിച്ച്. അപ്പൊ പങ്കാളികളെ തൊട്ടൊക്കെ വിദൂരമാണ് എന്ന് പറഞ്ഞാൽ ഇയാളെ പോലെ വേറെ ആരുമില്ല. അപ്പൊ അപ്പൊ ഇവിടെ പിന്നെ കവി എന്ത് പറഞ്ഞു? ഒരാളെ കുറിച്ച് തന്നെ അടുത്താണ് വിദൂരത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം സാധ്യമാണോ? ഇംകാനും ഒരു പോസിബിലിറ്റി ഉണ്ടോ? അതെ, പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള വിശദീകരിക്കാൻ വേണ്ടി പറയാണ്. കൽ ബദിരി, ഒരു പിന്നെ ബദർ എന്ന് പറഞ്ഞാല് പൂർണ്ണചന്ദ്രൻ അല്ലെ, പൂർണ്ണചന്ദ്രനെ പോലെ. അഫ്രത്ത ഫിൽ ഉലുവി, അത് വളരെ ഉയരത്തിലാണ്. വല്ലൗഹു, പക്ഷെ അതിന്റെ പ്രകാശമോ ലിൽ ഉസ്ബത്തി സാരീന, അവിടെ അതിലൂടെ നടന്നു പോകുന്ന കച്ചവട സംഘത്തിന് ജിദ്ദു കരീബി, വളരെ അടുത്തുമാണ്. ഒരേ സാധനം വളരെ ദൂരത്താവുക എന്നുള്ളതും വളരെ അടുത്താവുക എന്നുള്ളതും പോസിബിൾ ആയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി അദ്ദേഹം ചോദിച്ചു വരുന്നവരോട് അടുത്താവുക എന്നുള്ളതും പങ്കാളികളിൽ നിന്നൊക്കെ വിദൂരമാവുക എന്നുള്ളതും സാധ്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തശ്ബീഹിനെയാണ് ബയാനും ഇംകാനും മുഷബ്ബഹി എന്ന് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇവിടെയാണ് പറഞ്ഞത് ബയാൻ ഇംകാൽ മുഷബ്ബഹ്, ബയാനു ഹാലിൽ മുഷബ്ബഹ്. ഇനി തഖ്രീറു ഹാലിൽ മുഷബ്ബഹ്, ഇതൊക്കെ ഏകദേശം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. തഖ്രീറു ഹാലിഹി, ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു ആയത്താണ് കൊടുത്തിരിക്കുന്നത്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബുന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി. അവന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി, അതിനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന തശ്ബീഹാണ്. ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവർ, വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു വസ്തു കൊണ്ടും അവർക്ക് ഉത്തരം നൽകുകയില്ല, അവർക്ക് ഉത്തരം കിട്ടൂല. അപ്പൊ അവരെങ്ങനെയാണ്, അവരുടെ അവസ്ഥ എങ്ങനെയാണെന്നൊന്ന് തഖ്രീർ ചെയ്യാണ് അടുത്ത ഒരു തശ്ബീഹ് കൊണ്ട്. ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ. എന്താ ബാസിത്ത് കഫ് എന്ന് പറഞ്ഞ? ബാസിത്ത് കഫ് എന്ന് പറഞ്ഞാൽ എന്താ? കൈ ഇങ്ങനെ ഇങ്ങനെ മലർത്തി പരത്തി പിടിച്ചിട്ട് വെക്കുന്നതല്ലേ, വെള്ളം കൈ കോരുക. പരത്തി വെക്കുന്നത്. അതെ, കൈ ഇങ്ങനെ വെക്കുക അല്ലെ. വീഡിയോ കാണുന്നില്ലേ? നമ്മളിങ്ങനെ ബാസിത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നു വെക്കുക. അപ്പൊ അങ്ങനെ വെക്കുന്ന അയാൾക്ക് വെള്ളം കുടിച്ചാൽ കിട്ടുമോ? അയാൾ വായിലേക്ക് വെള്ളം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് വെള്ളം കിട്ടുമോ? കിട്ടൂലല്ലോ. ഇല്ല. ഇല്ല. അപ്പൊ അതാണ്, അപ്പൊ ആ ഒരു അവസ്ഥ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തശ്ബീഹ്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻസിൽ ഉള്ളത്. ബയാൻ ഇംകാൽ മുഷബ്ബഹ്, ബയാൻ ഹാൽ മുഷബ്ബഹ്, തഖ്രീറു ഹാൽ മുഷബ്ബഹ്, അതുപോലെ തഖ്ബീഹുൽ മുഷബ്ബഹ്. എന്താ തഖ്ബീഹുൽ മുഷബ്ബഹ് എന്ന് പറഞ്ഞാല്? മോശാക്കുക അല്ലെ. മുഷബ്ബഹിനെ ആ തസീൻ ചെയ്യുക അല്ലെങ്കിൽ തഖ്ബീഹ് ചെയ്യുക. ഉദാഹരണത്തിന് തഖ്ബീഹിന്റെ ഉദാഹരണം വതഫ്താഹു, അവൾ വായി തുറക്കുന്നു. അവിടെ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു ഇഖ്തിറാസ് പറയാണ്. അതായത് പിന്നെ ഇഖ്തിറാസ് ലാ കാനത്ത്, അങ്ങനെ തുറക്കാതിരിക്കട്ടെ. തുറന്നാൽ തന്നെ എന്താണ് അർത്ഥം? ഫമൻ, അവളുടെ വായ തുറന്നാൽ, ലൗ റഅയ്തു, അഥവാ നിങ്ങൾ അതിനെ കണ്ടുപോയാൽ, തവഹംതു ബാബം മിനന്നാരി യുഫ്തഹു, അത് അഥവാ ആ വായ തുറന്നതായിട്ട് കണ്ടാല് പിന്നെ നരകത്തിൽ നിന്നുള്ള ഒരു വാതിൽ തുറന്നതാണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അത്രക്ക് മോശമാണ്. അവരെ മോശാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തശ്ബീഹ് ചെയ്യാണ്. ഓക്കെ. വായ തുറക്കുക എന്നുള്ളത് നരകത്തിലുള്ള ഒരു വാതിൽ തുറക്കുക എന്നുള്ളതിനോടാണ് ഇവിടെ തശ്ബീഹ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തശ്ബീഹ് ചെയ്തത് എന്തിന് വേണ്ടിയിട്ടാണ്? ഒരാളെ മോശമാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അതേപോലെ തസ്യീനും ഉണ്ട്. അതിന്റെ ഉദാഹരണമാണ് മേലെ. മദത്ത യദക്ക നഹ്വഹും ഇഹ്തിഫാഅൻ കമദ്ദിഹ ഇലൈഹിം ബിൽ ഹിബാത്തി. ഇത് അറിയോ? ഇതിന്റെ അർത്ഥം അറിയോ? ശരിക്കണോ? അഥവാ ഇത് ഒരാളെ എന്താ പറയാ, കുരിശിലേറ്റപ്പെട്ടതിന് ശേഷം ഒരു കവി പാടുന്നതാണ്. മദത്ത യദക്ക നഹ്വഹും ഇഹ്തിഫാഅൻ കമദ്ദിഹ ഇലൈഹിം ബിൽ ഹിബാത്തി. അയാളിങ്ങനെ കുരിശിലിങ്ങനെ കൈകൾ ഇങ്ങനെ അങ്ങനെയാണല്ലോ വെക്കുക. ഒരു കൈ ഓരോ കാലും ഇങ്ങനെ ആണി അടിച്ച് തറപ്പിക്കല്ലേ കുരിശിൽ ചെയ്യുക, കുരിശിലേറ്റുന്ന സമയത്ത്. അപ്പൊ ഈ കൈകൾ ഇങ്ങനെ നീട്ടി ഇങ്ങനെ വെക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ അയാൾ ആളുകൾക്ക് ഇങ്ങനെ പിന്നെ വിതരണം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഹിബത്ത് നൽകാൻ വേണ്ടി കൈകൾ ഇങ്ങനെ നീട്ടിയതുപോലെ ഉണ്ട്. അപ്പൊ അയാളെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി, തസീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തശ്ബീഹ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്തിന്റെ ഏരിൽ നിന്ന് വന്നതാണ്? അഗറാദു തശ്ബീഹ് എന്ന് പറഞ്ഞ ചോദ്യമാണ്. അപ്പൊ ഇതൊക്കെ ചോദ്യം വരുന്ന ഏരിയകളാണ്. ഈ ഏരിയകൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.
ഇനി അടുത്തത് നമ്മൾ വിശദീകരിച്ചതാണ്, പറഞ്ഞു പോവാം. വയുനസ്സിലു ലക്കും മിനസ്സമാഇ റിസ്ഖൻ. ഇവിടുത്തെ മജാസ് മുർസലിന്റെ അലാക്ക എന്താണ്? ഇല്ലേ, ആരും ഇല്ലേ? സബബിയാണ്. മുസബബിയ അല്ലെ. സബബാണോ മുസബബാണോ പറഞ്ഞത് നോക്കുക. ഇവിടെ ഏത് 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 അക്ഷരാണ്, അല്ലെങ്കിൽ സോറി, ഏത് വേർഡാണ് നമുക്ക് ആവശ്യമുള്ളത്? റിസ്ക് എന്നുള്ളത് അല്ലെ. റിസ്ക്. എന്നിട്ട് നമ്മൾ എന്താ ആലോചിക്കേണ്ടത് വെച്ചാൽ, ആ റിസ്ക് എന്നുള്ളത് എന്താണ്? ഇവിടെ സബബാണോ അല്ല മുസബബാണോ? മുസബബാണ്. മുസബബാണ്. അതിന്റെ സബബ് എന്താണ്? ആകാശ ആകാശത്തുനിന്ന് വെള്ളാണ് ഇറങ്ങുക അല്ലെ. വെള്ളാണ് ഇറങ്ങുന്നത്. അപ്പൊ മാ എന്നുള്ളത് സബബാണ്. അത് കാരണമായി ഉണ്ടാകുന്നതാണ് റിസ്ക്. പിന്നെ മഴ ഇറങ്ങിയിട്ട് പിന്നെ സസ്യലതാദികളൊക്കെ വളർന്നിട്ടാണ് ഇവിടെ റിസ്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഉള്ള ഒരു കാരണമാക്കപ്പെടുന്നതാണ് എന്ത്? റിസ്ക് എന്നുള്ളത്. ശരിക്കും കാരണം എന്താണ്? മാ ആണ്. അപ്പൊ ഇവിടെ മാ. സബബ് പറയേണ്ടതിന് പകരം മുസബബായ റിസ്ക് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ അലാക്ക എന്താണ്? മുസബബാണ്. റിസ്ക് എന്നുള്ളത് മുസബബായതുകൊണ്ട്. ജുസ്ഇയ്യ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒയൂനൻ എന്ന് പറഞ്ഞതുപോലെ കണ്ണ് എന്ന് പറഞ്ഞിട്ട് ചാരൻ ഉദ്ദേശിച്ചു. കുല്ലിയ നേരത്തെ പറഞ്ഞു. എന്താണ് ഉദാഹരണം? ഓർമ്മയുണ്ടോ? സ്വാബ എന്ന് പറഞ്ഞിട്ട് അനാമിലിന് വേണ്ടിയിട്ട് അസാബി എന്ന് ഉപയോഗിച്ചു അല്ലെ. അഥവാ വിരൽ തുമ്പ് എന്ന് പറയേണ്ടതിന് പകരം വിരലുകൾ എന്ന് പറഞ്ഞു. പുല്ല് പറഞ്ഞിട്ട് ജുസ് ഉദ്ദേശിച്ചു. സബബിയ എന്ന് പറഞ്ഞത് നേരെ തിരിച്ച് അല്ലെ. മുസബബ് പറയേണ്ടടുത്ത് സബബ് പറയാം. ഓക്കെ. ഇന്നക്കും ലതുക്സിറൂന ഇൻദൽ ഫസ വതുഖില്ലൂന ഇൻദ തമ. നേരത്തെ അത് ഉദാഹരണത്തിൽ വിശദീകരിച്ചു. ഇവിടുത്തെ ഏതാണ്? മുക്കാബല. അല്ലെ. തുക്സിറൂന തുഖില്ലൂന ഫസഅ തമഅ. ഇപ്പൊ മുഖാബലയാണ്. ഇഖ്തിബാസ് പറഞ്ഞു, തൗരിയത്ത് പറഞ്ഞു. ഇഖ്തിബാസ് എന്താണ്? ഇഖ്തിബാസിന്റെ വിശദീകരണം എന്താ? ഖുർആനിന്നോ ഖുറാനിലെയും ഹദീസിലെയും കുറച്ച് പറയാം. ഉള്ള കുറച്ച് പറയുന്നു. പറഞ്ഞോ, കോട്ട് ചെയ്യുക അല്ലെ. അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഖുറാനെന്നോ ഹദീസെന്നോ കോട്ട് ചെയ്യുക. പക്ഷെ കോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യൂല? നമ്മളത് ഖുറാൻ എന്നാണെന്നുള്ളത് തിരിയൂല. ഓക്കെ. തൽമീനുൻ നസ്രി അവി ഷെയരി ഷൈഅൻ മിനൽ ഖുർആനിൽ കരീം അവിൽ ഹദീസ് ഷരീഫ്. ഒരു നസറിലോ ഷെയറിലോ രണ്ടിലും വരാം. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ എന്തെങ്കിലും ഒരു ഭാഗം എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തുക. മിൻ ഗൈരി ദലാലത്തിൻ അല അന്നഹു മിൻഹുമ. ആ ഹദീസിൽ നിന്നാണ് അല്ലെങ്കിൽ ഖുർആനിൽ നിന്നാണ് എന്നുള്ളത് അറിയിക്കുന്ന ഒന്നും അവിടെ ഇല്ല. വയജൂസ് അൻ യുഗയ്യിറ ഫിൽ അസറിൽ മുഖ്തബസി ഖലീലൻ. കുറച്ചൊരു മാറ്റമൊക്കെ വരുത്താം. ഖുർആനിലുള്ള അതേ വേർഡ് ആയിരിക്കൂല ചിലപ്പോൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകുക. ആ ചെറിയ ഒരു മാറ്റമൊക്കെ വരുത്തിയിട്ട്, ഉദാഹരണത്തിന് ലാ തഗുറന്നക മിനൽ ദലമതി കസ്റത്തുൽ ജുയൂശി വൽ അൻസാർ ഇന്നമാ നുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ഇവിടെ നമ്മൾ തിരിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടുന്നേ ഉള്ളൂ. ശരിക്കും എന്ത് ചെയ്യൂല? ഇത് ഖുർആനിൽ നിന്നാണെന്നുള്ള തിരിയുന്ന രീതിയിലുള്ള സംഭവം ഒന്നും അവിടെ ഉണ്ടാവൂല. അങ്ങനെ ഖുർആനിലുള്ള ഒരു ഭാഗം കോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഇഖ്തിബാസ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഹലു ഫലസ്തു മുസാഇലൻ അൻ ദാരിഹിം അന ബാഖിഉൻ നഫ്സി അലാ ആസാരിഹിം. ബാഖിഉൻ നഫ്സി അലാ ആസാരിഹിം, അത് ചെറിയൊരു തഗയ്യൂർ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഖുർആനിലുള്ള ഒരു ഭാഗമാണ് അല്ലെ. ഏത് സൂറത്തിലാണുള്ളത്? അൽ കഹ്ഫ്. അൽ കഹ്ഫിൽ. അതെ. ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം അല്ലെ, ആയത്. ഓക്കെ. ഇനിയുള്ളത് ഇന്നി ഷദീദുൽ അതശി ഇലാ ലിഖാഇക. ഇവിടെ ഇസ്തിആറയുടെ നൗ എന്താണ്? തംസീലിയ തഫ്സീലിയാണ്. അല്ലല്ലോ. അത്ര ഒരു വജൂഷബ് ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മുത്താദ്ദിദാണോ? മുൻതസിയത്തും മിൻ മുത്താദ്ദിദാണോ? ഇസ്തിആറ തംസീലിയയുടെ ഉദാഹരണം അതല്ല അല്ലെ. അത് തശ്ബീഹിന്റെയാണ്. തർക്കില അതുമല്ല. മുറശ്ശഹ് എന്താണ്? ഇസ്തിആറ മുത്തലാഖയല്ലേ ഇത്? മുലായിമ് പറഞ്ഞത് അല്ലെ. അതും ഇവിടെ ഇല്ല. മുജറദ് എന്താണ്? മുശബ്ബഹ്. മുഷബ്ബഹിന്റെ മുലായിമ് പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നും പറയാത്തതിന്റെ എന്താണ്? മുത്തലക്കയാണ്. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ? മുത്തലക്കയാണ്. ഓപ്ഷൻ ഡി, മുത്തലക്കയാണ് ഇവിടെ ആൻസർ. ഇതൊക്കെ നമ്മള് ആ സംഭവം കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ കണ്ടാൽ നമുക്ക് ഇതെന്താണെന്ന് തിരിയൂല. പക്ഷെ നമുക്ക് ഏകദേശം നോക്കാം ഇവിടെ എന്തെങ്കിലും മുലായ്മകൾ വരുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ. അതൊന്നും ഇവിടെ കാണാത്തതുകൊണ്ട് അത് മുത്തലക്കാണ്. ഓക്കെ. ഇനി
തഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്. ഇതെന്തിന്റെ ഉദാഹരണം? ദിബാഖ് അല്ലെ. ഐഖാല് റുഖൂദ്, ഉണർന്നിരിക്കുക, ഉറങ്ങുക എന്നുള്ളത്. ഇനി അദാത്ത് കളയപ്പെട്ട തശ്ബീഹ്, ഞാൻ പറഞ്ഞില്ലേ അത് ഒരുപാട് തവണ ആവർത്തിച്ചു. അദാത്ത് കളഞ്ഞതിനെ മുഅക്കദ്, പറയുകയാണെങ്കിൽ മുഫ്സല്, വജൂഷബ് പറയുകയാണെങ്കിൽ മുഫസ്സല്, പറഞ്ഞില്ലെങ്കിൽ മുജ്മല്, രണ്ടും പറഞ്ഞില്ലെങ്കിൽ ബലീഗ്. ഓക്കെ. ഇസ്തിആറത്ത് ഡാഷ് ഇതാക്കാനും ലഫ്ദുൽ ജറത് ഫീഹി ഇസ്മൻ ജാമിദ് നേരത്തെ പറഞ്ഞു. ഏതാണ്? അസ്ലിയ. അസ്ലിയാണ്. അത് മുഷ്തഖാണെങ്കിൽ തബഈയാണ്. മുലായിമുൽ മുഷബ്ബഹു ബിഹി ആണെങ്കിൽ മുറഷഹയാണ്. മുലായിമുൽ മുഷബ്ബഹ് ആണെങ്കിൽ മുജറദയാണ്. ഇത് ആവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഒരേ സ്ഥലത്തും തന്നെയാണ് തിരിച്ചും മറിച്ചും ചോദിക്കുന്നത്. ഈ ഒരു 5 മാർക്ക് നമുക്ക് ഒരിക്കലും മിസ്സാവാൻ പാടില്ല. 5ഓ 6ഓ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. വൈനസിൽ ലക്കും മിന സമാഇ റിസ്കൻ, വീണ്ടും ചോദിച്ചു. എന്താണ് ഇവിടെ? മുസബ്ബബിയ്യ. ഓക്കെ. തൻസിലുൽ മലായികത്തു വറൂഹു ഫീഹ, ഇത് നമ്മൾ നേരത്തെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു. ഏതാണ്? ഇത്നാബ് അല്ലെ. ദിക്റുൽ ഖാസ് ബഅദൽ ആം, ആമായ മലായികത്ത് പറഞ്ഞതിന് ശേഷം ഖാസായ ജിബ്രീലിനെ പറഞ്ഞു, റൂഹിനെ പറഞ്ഞു. അപ്പൊ അത് ഇത്നാബാണ്. ഈജാസ് എന്താന്ന് പറഞ്ഞു, മുസാവാത്ത് പറഞ്ഞു. ഖസ്ർ എന്താണ്? ഖസ്ർ ഓക്കെ. ഏതാ ഖസ്ർ? ഇവിടെ നോക്കിയാൽ മതി. ഇത് മുഴുവൻ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഖസ്ർ എന്ന് പറഞ്ഞാൽ തഖ്സീസു അംറിൻ ബി ആഖറ ബി തരീഖിൻ മഖ്സൂസ്, ഒന്നിനെ മറ്റൊന്നിനോട് ചുരുക്കുക അല്ലെ. ഇത് ഇന്നിന് മാത്രമാണ്, ഇത് മാത്രാണെന്ന് പറയാം ഒരു പ്രത്യേക രീതിയിൽ. ഉദാഹരണത്തിന് അത് വ്യത്യസ്ത രീതിയിലുണ്ട്, തുറുക്കുകൾ വഴിയുണ്ട്. നഫീ ഇസ്തിസ്ന ഉപയോഗിച്ചിട്ടാകാം. ലാ യഫൂസു ഇല്ലൽ മുജിദ്, പരിശ്രമിക്കുന്നവൻ മാത്രമേ വിജയിക്കുള്ളൂ. പരിശ്രമിക്കുക, ഈ വിജയം എന്നുള്ളത് പരിശ്രമിക്കുന്നവന് മാത്രമാക്കി ചുരുക്കിയ അല്ലെ. അതുപോലെ ഇന്നമൽ ഹയാത്തു തൈബുൻ, ജീവിതം എന്നുള്ളത് തൈബ് മാത്രമാണ്. അഥവാ ക്ഷീണം അല്ലെ, തൈബ് എന്നുള്ള അങ്ങനല്ലേ. അതുപോലെ അത്ഫ് മുതഹരിക്കത്തുൻ ലാ സാബിതത്തുൻ, അവിടെ അത്ഫ് ചെയ്യാം. അല്ലെങ്കിൽ ഇയ്യാക്ക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക്ക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അല്ലെങ്കിൽ അവിടെ ശരിക്കും ഇവിടെ എന്താ വേണ്ടത്? നഅ്ബുദുക അല്ലെ. നഅ്ബുദു ഇയ്യാക്ക അഥവാ നഅ്ബുദുക അല്ലെങ്കിൽ നസ്തഈനുക എന്ന് പറയേണ്ടതിനെ നേരെ തിരിച്ച് മുന്നോട്ടിട്ടു. പിന്തിച്ചു വരേണ്ടതിനെ മുന്തിച്ചു പറഞ്ഞു. അപ്പൊ അത് തുറുക്ക് വഴി ഉള്ള ഖസ്റാണ്. ഒരുപാട് ടൂൾ ഉപയോഗിച്ചിട്ടുള്ള ഖസ്ർ. ഇനി അതിന്റെ തറഫ് ഉപയോഗിച്ചിട്ട് എന്താണ്? സിഫത്തിനെ മൗസൂഫിലേക്കും മൗസൂഫിനെ സിഫത്തിലേക്ക്. ഇതൊന്നും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നില്ല, പക്ഷെ എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്നമർ റസാഖു അള്ളാഹ്, ഇവിടെ റസാഖ് റിസ്ക് കൊടുക്കുക എന്നുള്ള സിഫത്തിനെ മൗസൂഫിന്റെ മേലിൽ എന്ത് ചെയ്തു? ഖസ്ർ ചെയ്തു. ഇന്നമർ റസാഖു അള്ളാഹ്. ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ, ഖശിയത്ത് എന്നുള്ളത് ഉലമാക്കളുടെ മേലിൽ. നേരെ തിരിച്ച് മൗസൂഫിനെ സിഫത്തിന്റെ മേലിൽ ഖസ്ർ ചെയ്യുക. ഇന്നമൽ ഹയാത്ത്, അത് മൗസൂഫാണ്, ഹയാത്താണ് ഇവിടെ വിശേഷിക്കപ്പെടുന്നത്. പിന്നെ തൈബ് എന്നുള്ള വിശേഷണം അതിന്റെ മേൽ ചുരുക്കി. ഇനി ഹക്കീക്ക ഇലാഫി, അതൊന്നും കൂടുതൽ വിശദീകരിച്ചിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആക്കേണ്ടില്ല. അപ്പൊ മൊത്തത്തിൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ അതാണ് തഖ്സീസ് അംറിൻ ബി ആഖറ ബി തരീഖിൻ മഖ്സൂസ്. ഈ ഒരു ഡെഫിനിഷനാണ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. എവിടെ എത്തി? ഇജാസ്, മുസാവാത്ത്, ഇതിനാവ്, ഖസ്ർ. ഓക്കെ. ഇനി മുഹസ്സനാത്തുൽ ലഫ്ദിയ്യ. ഓക്കെ. ഇതേ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട് അല്ലെ. അന്ത തർക്കുമു അലൽ മാ, ഇതെന്തിന്റെ ഉദാഹരണമാണ്? ഏതിന്റെ? ഇല്ല, നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു അത്. ആദ സൈഫു ഇലാ ഖിറാബിഹി എന്തിനായിരുന്നു നമ്മൾ ഉപയോഗിച്ചത്? ഇസ്തിആറ തംസീൽ അല്ലെ. ഒരു തർക്കീബാണ് ഉപയോഗിക്കുന്നത്. ഒരു തർക്കീബ് ഉപയോഗിക്കുന്നു, അതും തമ്മിലുള്ള ബന്ധം എന്താണ്? മുഷാബഹത്താണ്. അപ്പൊ എന്താണ് അത്? ഇസ്തിആറത്ത് തംസീലിയാണ്. നീ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ വരക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശം? എന്താ ഇവിടെ ഉദ്ദേശം? എന്താ? വെള്ളത്തിൽ വരക്കുക, വെള്ളത്തിൽ വരച്ച പോലെയായി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയല്ലേ, ഒരു കാര്യമില്ലാത്ത. അതെ. അപ്പൊ അവിടെ ബന്ധം എന്താണ്? തശ്ബീഹാണ്. അപ്പൊ ഇസ്തിആറ തംസീലിയാണ് ആൻസർ. ഓക്കെ. ഇനി ലഫ്ലുൻ, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, വേറെ എവിടെയോ കണ്ടിരുന്നു. ലഫ്ലുൻ ഉത്ലിഖ വ ഉരീദ ബിഹി ലാസിമ മാനാഹു മഅ ജവാസി ഇറാദത്തി മാനാഹുൽ ഹഖീഖി, ഇതെന്തിന്റെ ഡെഫിനിഷൻ ആണ്? കിനായത്ത്.
കിനായത്തിന്റെ ഡെഫിനിഷൻ ആണ് അല്ലെ. കിനായത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, കിനായത്ത് എന്താണ്? ലഫ്ലുൻ ഉത്ലിക വ ഉരീദ മിൻഹു ലാസിമ മഅനാഹു മഅ ജവാസി ഇറാദത്തി ദാലിക്കൽ മഅന. ഒരു ലഫ്ല് അത് പറയപ്പെട്ട് അതിന്റെ ലാസിമായ മാന ഉദ്ദേശിച്ചു, പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യാം, യഥാർത്ഥ മാന ഉപയോഗിക്കുകയും അല്ലെങ്കിൽ നമുക്ക് അത് ഉദ്ദേശിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ലാസിമായ മാനയാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. ഉദാഹരണത്തിന് ഫുലാൻ തവീലുൻ നജാദ്. എന്താ തവീലുൻ നജാദ് എന്ന് പറഞ്ഞാല്? വാളുറ നീണ്ടവൻ. വാളുറ നീണ്ടവൻ എന്നല്ലേ. ഒരാളെ വാളുറ നീണ്ടതാണെങ്കിൽ അയാളെ കുറിച്ച് എന്ത് പറയാം? തവീലുൻ നജാദ് എന്ന് പറയാം അല്ലെ. ശരിക്ക് യഥാർത്ഥത്തിലുള്ള അർത്ഥം അവിടെ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ വേറൊരു ഉദ്ദേശം, അതിൽ നിന്ന് ലാസിമായി വരുന്ന ഒരർത്ഥം. അപ്പം അതിൽ നിന്ന് ലാസിമായി വരുന്ന ഒരു അർത്ഥം എന്താണ്? വാളുറ നീളമുള്ള ആൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു അർത്ഥം എന്താണ്? സ്വാഭാവികമായിട്ടും അയാൾ നല്ലൊരു ആചാനുബാഹുവാണെന്നാണ് അല്ലെ. അദ്ദേഹം നല്ലൊരു നീളമുള്ള ആളാണെന്ന് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും നല്ല ധീരനാണ് അല്ലെങ്കിൽ നല്ല നീളമുള്ള ആളാണെന്നൊക്കെ മനസ്സിലാവും. അപ്പൊ അതാണ് കിനായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലഫ്ലുൻ ഉത്ലിക വ ഉരീദ മിൻഹു ലാസിമ മാനാഹു. ആ മാനയിൽ നിന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുന്ന ഒരു അർത്ഥം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യാം, യഥാർത്ഥത്തിലുള്ള അർത്ഥം അവിടെ ഉപയോഗിക്കുകയും ചെയ്യാം, ഉദ്ദേശിക്കുകയും ചെയ്യാം. അതിനാണ് കിനായത്ത് എന്ന് പറയാം. ഇസ്തിയാറ തംസീലിയ പറഞ്ഞു. മജാസ് അഖ്ലി പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ. മജാസ് അഖ്ലി അതാ മജാസ് അഖ്ലി ഇവിടെ. മജാസ് അഖ്ലി എന്ന് പറഞ്ഞാണ് ഇസ്നാദുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ലഫ്ലിൽ പറഞ്ഞു, തർക്കീബിൽ പറഞ്ഞു. ലഫ്ലിന്റെ നമ്മൾ പറഞ്ഞു എന്ത്? തഷ്ബീഹാണ് ബന്ധമെങ്കിൽ ഇസ്തിയാറെന്നും, തഷ്ബീഹ് അല്ല ബന്ധമെങ്കിൽ മജാസ് മുർസൽ പറഞ്ഞു. തർക്കീബിന്റെ ഇസ്തിയാറ തംസീലിയ പറഞ്ഞു. ഇനി ഇസ്നാദില് ഒരു ഒന്നിലേക്ക് ചേർക്കുക എന്നുള്ള ഒരർത്ഥം, ഒരു കാര്യത്തെ, ഒരു ഫീലിനെ ചേർക്കുക, അല്ലെങ്കിൽ മാഫി മാനാഹു അതിന് അർത്ഥത്തിലുള്ളതിനെ ഇലാ ഗൈരി മാഹു ലഹു ലി അലാഖത്തിന് ഒരു ബന്ധം കാരണത്താൽ മാ ഖരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദത്തിൽ ഇസ്നാദിൽ ഹഖീഖി യഥാർത്ഥത്തിലുള്ള ഒരു ഇസ്നാദ് അവിടെ ഉദ്ദേശിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിൽ പറയാം. ഉദാഹരണത്തിന് അംറുബുൽ ആസ് നിർമ്മിച്ചു. എന്തിനെ നിർമ്മിച്ചു? മദീനത്തെ ഫുസ്താത്ത് പട്ടണം നിർമ്മിച്ചു. ആയിരിക്കും വിശദീകരിക്കാൻ പറ്റുക? അമ്രുബുൽ ആസ് ഫുസ്താത്ത് പട്ടണം നിർമ്മിക്കുവോ? മൂപ്പര് നിർമ്മിക്കൂല, മൂപ്പര് അതിനൊരു കാരണക്കാരനായി. മൂപ്പര് അതിന് നേതൃത്വം നൽകി. അതെ, അപ്പൊ അവിടെ അതിന് സബബിലേക്കാണ് ഫീല് ചേർത്തത് അല്ലെ. ഇവിടെ ബന എന്നുള്ള ഫീലിനെ സബബിലേക്ക് ചേർത്തു. ആരാണ് സബബ്? അമ്രുബുൽ ആസ് ആണ് സബബ് അല്ലെ. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഇസ്നാദുൽ ഫീലി ഇലാ സമാനിഹി, ഫീലിനെ സമാനിലേക്ക് ചേർക്കുക. ഉദാഹരണത്തിന് നഹാറു സാഹിദി സ്വാഇമുൻ വലൈലുഹു ഖായിമുൻ. ഒരു സാഹിദായ മനുഷ്യന്റെ പകല് എന്നത് എന്താണ്? സ്വാഇമാണ് അല്ലെ. സ്വാഇം എന്ന് പറഞ്ഞാൽ നോമ്പ് നോക്കുന്ന ആളാണ്. നോമ്പുകാരനാണ്. അതെ, അപ്പൊ അയാളാണോ നോമ്പുകാരൻ, അല്ല പകലാണോ നോമ്പുകാരൻ? അയാളാണ് നോമ്പുകാരൻ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? പിന്നെ നഹാറിനെ ഇതിലേക്ക് ചേർത്തു അല്ലെ. ഇപ്പൊ സമാൻ മക്കാനിലേക്ക് ഇസ്ദഹമത്ത് ഷവാരിഉൽ കാഹിറ, കാഹിറയുടെ വഴിത്താരകൾ അല്ലെങ്കിൽ റോഡുകൾ എന്ത് ചെയ്തു? പിന്നെ തിരക്കുള്ളതായി. റോഡിലുള്ള ആളുകൾ അല്ലെങ്കിൽ വാഹനങ്ങളാണ് തിരക്കുള്ളതാവുക. മക്കാനിലേക്ക് ചേർത്തി പറഞ്ഞു, മസ്തറിലേക്ക് ചേർത്തി പറയാം, മഫൂലിലേക്ക്, ഫായിലേക്ക്. ഇതൊക്കെയാണ് മജാസ് അഖ്ലി. അപ്പോ ജസ്റ്റ് ഒന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മിച്ചു വെച്ചാൽ മതി. അഥവാ ലഫ്ലിലുള്ളതും തർക്കീബിലുള്ളതും ഇസ്നാദിലുള്ളതും. ലഫ്ലിലുള്ളത് 2 ഇസ്തിയാറ മജാസ് മുർസല്, തർക്കീബിലുള്ളത് ഇസ്തിയാറ തംസീലിയ, ഇസ്നാദിലുള്ളത് മജാസ് അഖ്ലി. ഓക്കെ, കിനായ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ അറൂദിൽ വരുന്നതാണ്. നാളെ നമുക്ക് വിശദീകരിക്കാം. തശ്ബീഹ് ഹുവല്ലദീ ഹുദിഫത് മിൻഹുൽ അദാത്ത്. ഇത് എല്ലാ പ്രാവശ്യവും ആവർത്തിക്കുന്നുണ്ട്. അദാത്ത് കളയപ്പെട്ടത് എന്താണ്? മുഅക്കദ്. ഓക്കെ, ഇത് വിശദീകരിക്കണ്ട. തഫ്സീസു അംറിൻ ഇവിടെ തെറ്റുണ്ടേ. ബി ആഖറ എന്നാണ്. ബി ആഖറ ബി തരീഖിൻ മഖ്സൂസിൻ. എന്തിന്റെ ഡെഫിനിഷൻ ആണ്? കസർ നമ്മൾ പറഞ്ഞു. യതശാബഹ ലഫ്ളാനി ഫി നുത്ഖി വയഖ്തലിഫ ഫിൽ മാന. എന്താണ്? കേഴ്സർ കണ്ടുകൊണ്ട് പറഞ്ഞാണോ? ജിനാസ് ആണ് അല്ലെ. യതശാബഹ ലഫ്ളാനി ഫി നുത്ഖി വയഖ്തലിഫ ഫിൽ മാന. ജിനാസ് താമുണ്ട് ഗൈറു താമുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. സാഅത്ത് യഹ്യ ലി യഹ്യ, തൻഹർ തഖ്ഹർ എന്നൊക്കെ പറയാം.
ഓക്കെ. തശ്ബീഹു മാ ഉദിഫ മിൻഹു വജ്ഹു ശബഹ്. വീണ്ടും ആവർത്തിക്കും. മുജ്മല്. മുജ്മല് മുജ്മൽ. അല്ല, മുജ്മലാണോ? അതെ. മുഫസ്സൽ ആണെങ്കിൽ ദുക്കിറ അല്ലെ. ഉദിഫ ആണെങ്കിൽ മുജ്മല്. മുജ്മല് അല്ലെങ്കിൽ മുഫസ്സല്. ഓക്കെ. മുഅക്കദ് എന്ന് പറഞ്ഞത് മുർസലാക്ക് ഒരുപാട് തവണ പറഞ്ഞു. ഓക്കെ. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇഖ്തർ ഗൈറൽ മുതജാനിസി മിനൽ മജ്മുഅ. ഈ ഇതിൽ നിന്ന് കൂട്ടത്തിൽ പെടാത്തതിന്. ഓക്കെ. അപ്പൊ ഇഖ്തിബാസ്, മുഖാബല, ജിനാസ് ഒക്കെ ബദീയിൽപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. തശ്ബീഹ് എന്നുള്ളത് ബയാനിൽപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബലാഗയുമായി ബന്ധപ്പെട്ടിട്ട് LP UP വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇൻഷാ അല്ലാഹ് നാളെ ഇതിൽ തന്നെയുള്ള അറൂദ് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് കുറച്ച് തുടങ്ങാൻ കുറച്ച് വൈകിപ്പോയി. ഏതായാലും ക്ഷമിച്ച് കേട്ടതിന് എല്ലാവരോടും നന്ദി. അസ്സലാമു അലൈക്കും.